കോളേജിൻ്റെ 25-ാം വർഷം പൂർത്തിയാകുന്ന രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. വർഷക്കാലമായി UIT ആലപ്പുഴയുടെ അമരക്കാരനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കേവർക്കും പ്രിയങ്കരനായ പ്രിൻസിപ്പൽ ഡോക്ടർ രാധാകൃഷ്ണപിള്ള സാറിനെ സ്വാഗതം ആശംസിക്കുന്നതിനായി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ ചടങ്ങിൽ ഇന്ന് ഉദ്ഘാടനത്തിന് എത്തേണ്ടിയിരുന്ന നമ്മുടെ ആരാധ്യനായ പൊതുമരാമത്ത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി, അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം മൂലം ഈ ചടങ്ങിന് എത്താൻ സാധിക്കുകയില്ല എന്നുള്ള വിവരം ഖേദപൂർവ്വം അറിയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആബ്സൻസിൽ നമ്മുടെ ഈ ചടങ്ങുകൾ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ ആലപ്പുഴയുടെ ആരാധനായ പാർലമെൻറ്റ് മെമ്പർ ശ്രീ AM ആരിഫ് അവർ ഇവിടെ 10 മണിക്ക് എത്തിയിരുന്നു. അദ്ദേഹം ഒരു ജാഥയുമായിട്ട് ബന്ധപ്പെട്ട് പോയിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹം ഈ വേദിയിൽ എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എല്ലാവരും വളരെ തിരക്കിലാണ് ഇന്നത്തെ ദിവസം. അതുകൊണ്ടാണ് നമ്മൾ
എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടികൾ തുടക്കം കുറിക്കുവാൻ സാധിക്കാതിരുന്നത്. നമ്മുടെ ആരാധ്യയായ ആലപ്പുഴയുടെ നഗരസഭാ അധ്യക്ഷ മാഡവും 10 മണിക്ക് തന്നെ ഇവിടെ എത്തിയിരുന്നു. ഒട്ടേറെ പരിപാടികൾ ക്രമപ്പെടുത്തിയതുകൊണ്ട് ആ പരിപാടികളിൽ പങ്കെടുക്കുവാനായിട്ട് പോയിരിക്കുകയാണ്. ആരാധ്യയായ നഗരസഭാ അധ്യക്ഷയും ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ. ഇന്ന് ഈ സദസ്സിൽ ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ അഡ്വക്കേറ്റ് ശ്രീ ബാബുലാൽ സാർ, സിൻഡിക്കേറ്റ് അംഗമായിട്ടുള്ള അഡ്വക്കേറ്റ് കെ അജികുമാർ സാർ, ഈ നമ്മുടെ UITയുടെ കൺവീനറായിട്ടുള്ള ഡോക്ടർ ജയരാജ്, അദ്ദേഹവും എത്തുന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം കൊല്ലത്തുനിന്ന് എത്തേണ്ടതാണ്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമതി വിനീത അവർ, നമ്മുടെ ഈ വാർഡിൻ്റെ കൗൺസിലർ ശ്രീമതി സിനി ഷാഫിഖാൻ, PTA അംഗങ്ങളെ, അലുമിനി അംഗം ട്രഷറർ ശ്രീ ഷമി എസ്, വിദ്യാർത്ഥി പ്രതിനിധി കുമാരി ഐഷ ബഷീർ, പ്രിയപ്പെട്ട അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, പ്രിയ വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, എല്ലാവർക്കും ഈ ഹൃദ്യമായ ചടങ്ങിലേക്ക് സ്വാഗതം നൽകുന്നു. നമ്മുടെ ഈ കലാലയത്തെ സംബന്ധിച്ച് 95-96 കാലഘട്ടത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഒരു സ്ഥാപനമാണ് ആലപ്പുഴ UIT. നമുക്കറിയാം, അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഉന്നത വിദ്യാഭ്യാസം വളരെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങൾ മാത്രമേ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരുന്നുള്ളൂ. ആ കാലഘട്ടത്തിൽ ഉപരിപഠനത്തിനായിട്ട് നമ്മുടെ വിദ്യാർത്ഥിനികൾ അയൽ സംസ്ഥാനങ്ങൾ, കർണാടക, തമിഴ്നാട് തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ആശ്രയിച്ച് ഇരുന്ന ഒരു സാഹചര്യത്തിലാണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിൽ ഊന്നിക്കൊണ്ട് ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നമ്മുടെ ഈ സമൂഹത്തിലെ സാധാരണക്കാർക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി കേരള യൂണിവേഴ്സിറ്റിയിൽ അന്ന് സിൻഡിക്കേറ്റ് മെമ്പറായിട്ട് പ്രവർത്തിച്ചിരുന്ന നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആരാധനായ ശ്രീ G. സുധാകരൻ സാറ് അദ്ദേഹം തുടങ്ങിവെച്ച ഒരു സംരംഭമാണ് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ആദ്യ കാലഘട്ടത്തിൽ 4ഓളം UITകളാണ് പ്രവർത്തനക്ഷമമായത്. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സ്ഥാപനമാണ് നമ്മുടെ ഈ UIT. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങളായി ഇന്നും അതിൻ്റെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങളായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന 3 കാര്യങ്ങൾ: ഇക്വിറ്റി, അതായത് സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക്, കുടുംബങ്ങളിലുള്ള കുട്ടികൾക്കും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ പ്രയോജനം അവർക്ക് ലഭിക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശം, ഇക്വിറ്റി. അതേപോലെ തന്നെ എക്സലൻസ്, ക്വാളിറ്റി. ഈ 3 കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ട് ആണ് നമ്മുടെ UITയുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 24 വർഷത്തെ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് വിലയിരുത്തുമ്പോൾ ഈ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങളായ ഇക്വിറ്റി, ക്വാളിറ്റി ആൻഡ് എക്സലൻസ്, ഈ 3 കാര്യങ്ങളും ഒരു പരിധിവരെ നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വളരെ സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു 50% കുട്ടികളും സാധാരണക്കാരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കിക്കൊണ്ട് ഫീസ് ഇളവ് പൂർണ്ണമായിട്ടും ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഈ നമ്മുടെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം സാധ്യമാക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ കലാലയം. അതേപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ 24 വർഷത്തെ നമ്മുടെ കോളേജിൻ്റെ റെക്കോർഡ്, അക്കാഡമിക് റെക്കോർഡ് നമ്മൾ അനലൈസ് ചെയ്യുകയാണ് എങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്നിരിക്കുന്ന
നമ്മുടെ 4ാം സെമസ്റ്റർ കമ്പ്യൂട്ടർ സയൻസിന്റെ റിസൾട്ട് ഉൾപ്പെടെ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരള സർവകലാശാലയിലെ മറ്റ് 7 കോളേജുകളിലെ റിസൾട്ടുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ യൂണിവേഴ്സിറ്റിയിലെ ടോപ്പർ ഉൾപ്പെടെ നമ്മുടെ കലാലയത്തിലാണ് വന്നിരിക്കുന്നത് എന്ന് സന്തോഷപൂർവ്വം ഈ സന്ദർഭത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ തരത്തിലുള്ള നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് നേടിയെടുക്കുമ്പോൾ പോലും നമ്മുടെ ഈ സ്ഥാപനത്തിന് ഒട്ടേറെ പരാധീനതകൾ, നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ ഇനിയും കൂടുതൽ മെച്ചപ്പെടേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ നമുക്കറിയാം, കഴിഞ്ഞ 2018 ഡിസംബറിലാണ് ഈ തരത്തിലുള്ള ഈ സെമിനാർ ഹാളും ഇതിനോടനുബന്ധിച്ചുള്ള 4 ഹാളുകളുടെ ക്ലാസ് റൂംസ് ഉൾപ്പെടെയുള്ള ഒരു സെമിനാർ ബ്ലോക്ക് നമ്മുടെ ആരാധ്യനായ ജി സുധാകരൻ സാറിന്റെ MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 65 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ സ്ഥാപനത്തിന് വേണ്ടി ഈ സെമിനാർ ബ്ലോക്ക് നിർമ്മിച്ചു നൽകിയത്. അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ 2018 ഡിസംബറിലായിരുന്നു. ഞാൻ അവിടെ ചാർജ് എടുക്കുന്ന സമയത്തായിരുന്നു ഇതിന്റെ ഉദ്ഘാടന കർമ്മം നടത്തിയിരുന്നത്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ അന്നത്തെ ഉദ്ഘാടന വേദിയിൽ സന്നിഹിതരായിരുന്ന നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ അന്നത്തെ ചെയർപേഴ്സൺ ശ്രീ തോമസ് ജോസഫ് സാറാണ്. അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു, മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായിട്ട് നമ്മുടെ പെൺകുട്ടികൾക്ക് ഒരു ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മിച്ചു നൽകും എന്ന് അദ്ദേഹം അന്നത്തെ വേദിയിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകിയിരുന്നു. അന്ന് എന്നെ ഓർമ്മപ്പെടുത്തിയിരുന്നു ഇതിൻ്റെ പുറകിൽ നിന്നുകൊള്ളണം, കാരണം അത് സാധ്യതപ്രായമാകണമെന്നുണ്ടെങ്കിൽ, ഇത് പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ നിരന്തരം മുനിസിപ്പാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ ഈ നമ്മുടെ മുനിസിപ്പാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് ശേഷം വന്നിരുന്ന ഇല്ലിക്കൽ കുഞ്ഞുമോൻ അവർ, അതേപോലെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ഒക്കെ വളരെ സഹായകരമായിട്ടുള്ള ഒരു നിലപാടാണ് ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ളത്. പക്ഷേ 2 വർഷമായിട്ടും ഈ ടോയ്ലറ്റ് ബ്ലോക്ക് പൂർത്തീകരിക്കുവാൻ സാധിച്ചിട്ടില്ല. അത് ടെൻഡർ നടപടികൾ ആയി, റീടെൻഡർ കഴിഞ്ഞു, കൊട്ടേഷൻ കഴിഞ്ഞു, അത് ആരും എടുക്കാൻ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും അവിടെ നിലനിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ പണി ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ ആരാധ്യയായ ചെയർപേഴ്സൺ ഉണ്ടായിരുന്നുവെങ്കിൽ ചെയർപേഴ്സന്റെ സാന്നിധ്യത്തിൽ ഈ കാര്യങ്ങളൊന്ന് പറയണം എന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ കോളേജിന്റെ ഭൗതിക സാഹചര്യം, ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അന്നത്തെ ആ ഒരു ഫംഗ്ഷൻ വെച്ച് നമ്മുടെ വൈസ് ചാൻസലർ ശ്രീ ഡോക്ടർ PP മഹാദേവൻ സാറിനോട് നിവേദനം നൽകിയിരുന്നു. അതിനുശേഷം നമ്മൾ ബഹുമാനപ്പെട്ട സിൻഡിക്കേറ്റ് മെമ്പർ ബാബുജൻ സാറിനെ കണ്ട് ഈ കാര്യങ്ങൾ, ഈ കോളേജിനെ കൂടുതൽ ഒരു കെയർ അറ്റൻഷൻ നമുക്ക് തരണം എന്ന് അഭ്യർത്ഥിക്കുന്നതായിട്ട് ഒരു 28 ലക്ഷം രൂപയുടെ ഒരു പ്രപ്പോസൽ നമ്മൾ നൽകിയിരുന്നു. ലാബിന്റെ നവീകരണം ഉൾപ്പെടെ അതിലൊരു 10 ലക്ഷം രൂപയുടെ വർക്കുകൾ സാങ്ഷൻ ചെയ്തിട്ടുണ്ടോ, അതിന്റെ ടെൻഡർ നടപടികളും ആരംഭിച്ചിട്ടുണ്ടോ, അതും പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് ഈ ഒരു കലാലയത്തെ നല്ല ആലപ്പുഴയുടെ ഏറ്റവും ഒരു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന, കൂടുതൽ തലത്തോടെ പ്രചോദിച്ചു നിൽക്കുന്ന ഒരു സ്ഥാപനമാക്കി മാറ്റിയെടുക്കുവാൻ സാധിക്കും. അത് അവരുടെ പ്രസൻസ് ഞാൻ ആഗ്രഹിച്ചിരുന്നു. MPയുടെയും അതേപോലെ നമ്മുടെ ആരാധന മന്ത്രിയുടെയൊക്കെ പ്രസൻസിൽ ഈ കാര്യങ്ങൾ ഉന്നയിക്കാനായിട്ടും ഈ രജത ജൂബിലി വർഷത്തിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അപ്പോൾ ഒരു കലാലയത്തെ സംബന്ധിച്ച് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം, എന്നെങ്കിൽ മാത്രമേ ആ ഒരു ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുള്ളൂ. അപ്പോൾ ക്വാളിറ്റിയുടെ ഏറ്റവും നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ ആഴ്ച നമ്മുടെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹം പറയുകയുണ്ടായി, കൂടുതൽ പൊതുവിദ്യാഭ്യാസത്തിൽ മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസ രംഗത്തിലും ഈ സർക്കാർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ആ ഒരു ഗവൺമെന്റിന്റെ ആ ഒരു കാഴ്ചപ്പാടിന് അനുകൂലമായിട്ട് നമ്മുടെ ഈ സ്ഥാപനത്തിലും ആ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ആ ഒരു എക്സലൻസ്, ആ ഒരു ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി സഹായകരമായിട്ടുള്ള ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ യൂണിവേഴ്സിറ്റിയുടെയും നമ്മുടെ മിനിസ്റ്ററുടെയും അതേപോലെ MPയുടെയും മുനിസിപ്പാലിറ്റി ഒക്കെ ഒരു കെയറിംഗ് അറ്റൻഷനും ഒക്കെ ഈ കാര്യത്തിൽ കിട്ടുകയാണ് എങ്കിൽ ഒട്ടേറെ മാറ്റങ്ങൾ നമുക്ക് ഈ സ്ഥാപനത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കും എന്ന് ആമുഖമായിട്ട് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കോളേജിന്റെ
കഴിഞ്ഞ 24 വർഷം ഇവിടെ പഠിച്ചുപോയ ഒട്ടേറെ വിദ്യാർത്ഥികൾ ഇന്ന് ജീവിതത്തിന്റെ നല്ല നിലകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ കോളേജിലെ ഓരോ വർഷവും ക്യാമ്പസ് സെലക്ഷൻ കൂടി 10ഓളം കുട്ടികൾക്ക്, കഴിഞ്ഞ വർഷവും 6 കുട്ടികൾക്ക്, ഈ അക്കാഡമിക് ഇയറിൽ 6 കുട്ടികൾക്ക് വിപ്രോ, പിന്നെ TCS പോലുള്ള ഇന്ത്യയിലെ IT കമ്പനികളിൽ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കുട്ടികൾ നല്ല രീതിയിൽ ജീവിതത്തിന്റെ നല്ല തുറകളിൽ വർക്ക് ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം കഴിഞ്ഞ വർഷം നമ്മളുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഒരുമ എന്ന് വിവരിക്കുന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടനയ്ക്ക് നമ്മൾ രൂപം നൽകിയിരുന്നു. ഒട്ടേറെ ഈ കലാലയത്തിൽ നിന്ന് പഠിച്ചിറങ്ങിപ്പോയ ഒട്ടേറെ വിദ്യാർത്ഥികൾ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടന അലൂമിനി അസോസിയേഷന്റെ മീറ്റിംഗിൽ പങ്കെടുക്കുകയും അവരെ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് അവർ പോകുന്നു. അവരുടെ ഒരു സഹായത്തിന്റെ ഫലമായിട്ട് നമ്മുടെ കലാലയത്തിലെ ചില കുട്ടികൾക്ക് ലാപ്ടോപ്പ് ഉൾപ്പെടെ അവർ വിതരണം ചെയ്യുകയുണ്ടായി. അങ്ങനെ നല്ല ഒരു പ്രവർത്തനങ്ങൾ നമ്മുടെ കോളേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് ശ്രദ്ധിക്കുന്ന കാര്യം, അലൂമിനിയിൽ ധാരാളം നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു കലാലയം എന്നുള്ള രീതിയിൽ നമ്മുടെ വരും തലമുറയ്ക്കും ഈ തരത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു കലാലയമായിട്ട് ഇതിന് മാറ്റിയെടുക്കുന്നതിന് വേണ്ട ഒരു സഹായകരമായ നിലപാട് എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അവരോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഈ നമ്മുടെ രജത ജൂബിലി പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് നമ്മൾ ഡേറ്റ് തന്നിരുന്നത് ശ്രീ G. സുധാകരൻ സാറാണ്. ബഹുമാനപ്പെട്ട പൊതുവിഭാഗത്ത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി എന്നോട് ആദ്യമേ സൂചിപ്പിച്ചു. അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടായത് സംസാരിക്കാൻ കഴിയുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഇന്നിവിടെ എത്താതിരുന്നത്. അദ്ദേഹത്തിന് എത്തിയില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന് ഈ നമ്മുടെ സ്ഥാപനത്തിന്റെ ആ ഒരു ആദരവും എല്ലാം ഈ രേഖപ്പെടുത്തുവാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ ഈ വേദിയിൽ അധ്യക്ഷത വഹിക്കേണ്ടത് നമ്മുടെ ആരാധ്യയായ നഗരസഭാ ചെയർപേഴ്സണാണ്. മാഡം ഉടൻ തന്നെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ മാഡത്തിനെ ഈ വേദിയിലേക്ക്, ഈ ചടങ്ങിലേക്ക് എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ഈ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിനിസ്ട്രേഷന്റെ അതിന്റെ യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റിന്റെ കാരണവരായ അഡ്വക്കേറ്റ് ബാബുജൻ സാറാണ്. അദ്ദേഹമാണ് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതിന് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ അഡ്വക്കേറ്റ് ബാബുജൻ സാറാണ്. അദ്ദേഹം നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് കൃത്യസമയത്തൂടെ എത്തിയിട്ടുണ്ട്. ഈ സ്വാഗത സംഘത്തിന്റെ പേരിലും നിങ്ങളുടെ ഏവരുടെയും പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ സിൻഡിക്കേറ്റ് മെമ്പർ അഡ്വക്കേറ്റ് അജയ് കുമാർ സാർ കായംകുളം സ്വദേശിയാണ്. കായംകുളം മാവേലിക്കര ബാറുകളിൽ പ്രശസ്തനായ വക്കീലാണ്. നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ ഇപ്പോൾ പല കമ്മിറ്റികളിലും നേതൃത്വം കൊടുത്തുകൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ വ്യക്തിയാണ് അഡ്വക്കേറ്റ് A. അജയ് കുമാർ സാർ. നമ്മുടെ ഈ കോളേജിൽ തന്നെ നേരത്തെ 1-2 ഫംഗ്ഷൻസിന് അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഈ കോളേജിന്റെ വികസനത്തിന് വേണ്ടി, ഈ കോളേജിന് വേണ്ടി എല്ലാ സഹായകരമായിട്ടുള്ള നിലപാടുകളാണ് അദ്ദേഹം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ സ്വാഗത സംഘത്തിന്റെ പേരിലും ഇവിടെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷാകർത്താക്കളുടെയും എല്ലാം പേരിൽ അദ്ദേഹത്തെ എൻ്റെ വ്യക്തിപരമായ പേരിൽ അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സാദരം സ്വാഗതം ചെയ്യും. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നമ്മുടെ ഈ വാർഡിന്റെ കൗൺസിലർ ശ്രീമതി സിമി ഷാഫി ഖാൻ മാഡം ഈ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ കോളേജിൽ വന്നിരുന്നു. നമ്മുടെ കോളേജിന്റെ പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെ മനസ്സിലാക്കിയിരുന്നു. നമ്മുടെ കോളേജിന്റെ ഈ കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അപ്പോൾ സാധ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം നമ്മുടെ ഒരു ബോർവെല്ലിൽ കൂടിയാണ് കുടിവെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നത്. വാട്ടർ അതോറിറ്റിയുടെ ഒരു കണക്ഷൻ നമ്മുടെ കോളേജിൽ കിട്ടേണ്ട ഒരു സംവിധാനം ചെയ്യാൻ വാർഡ് കൗൺസിലർ ബാധ്യസ്ഥയാണ്. ഞാൻ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. അതിന് വേണ്ട ഒരു നടപടികൾ സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. മാഡത്തിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം. നമ്മുടെ PTA പ്രവർത്തനങ്ങളിൽ എന്നും എന്നോടൊപ്പം നിന്നുകൊണ്ട് ഈ കോളേജിൻ്റെ ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതിനും കോളേജിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയം കണ്ടെത്തുന്ന ബഹുമാന്യനായ ശ്രീ EM ഷമി PTA എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അദ്ദേഹത്തിൻ്റെ കുട്ടികളെ പഠിക്കുന്നുണ്ട്. ശ്രീ EM ഷമി അവരുടെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന അലൂമിനിയുടെ ട്രഷറർ ശ്രീ ഷമീം S ഇവിടെ ഹാജരായിട്ടുണ്ട്. ഷമീം വളരെ സഹായകമായിട്ടുള്ള ഒരു നിലപാട് നമ്മുടെ കുട്ടികൾക്ക് തന്നെ പഠനത്തിന് വേണ്ട ഒരു സംവിധാനമൊക്കെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് തന്നെ പങ്കെടുത്ത് കൂടി അവർക്ക് ഒരു സഹായകമായ നിലപാട് സ്വീകരിക്കുവാനായിട്ട് മുൻകൈയിട്ട് പ്രവർത്തിച്ച ഷമീം. അതേപോലെ ഷമീമായിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് ക്യാമ്പസ് സെലക്ഷൻ കിട്ടാൻ വേണ്ടി കൂടുതൽ കുട്ടികൾക്ക് ഇവിടുന്ന് ക്യാമ്പസ് സെലക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയുള്ള പരിപാടികൾ അതിന് നേതൃത്വം കൊടുക്കുവാൻ അദ്ദേഹം തയ്യാറാണ് എന്ന് ഇവിടെ എന്നോട് പാലിച്ചുകൊണ്ട് നമ്മുടെ മന്ത്രിക്ക് വരുന്നതുകൊണ്ട് ഒരു കൂടുതൽ ഓഡിയൻസ് ഉണ്ടാകരുത് എന്ന് നിർദ്ദേശിച്ചുകൊണ്ടാണ് ഓൺലൈനായിട്ട് നമ്മുടെ കുട്ടികൾ കാണട്ടെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് അതേപോലെ തന്നെ ഇന്നത്തെ ഈ ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ശ്രീ B നസീർ മുനിസിപ്പൽ കൗൺസിലറാണ്. ഞാൻ വിട്ടുപോയി ക്ഷമിക്കണം. അതേപോലെ തന്നെ ഹസീന അമൻ മുൻ കൗൺസിലറാണ്. കഴിഞ്ഞ നമ്മുടെ സ്വാഗത സംഘത്തിന് മാഡമൊക്കെ സജീവമായി ഇവിടെ പങ്കെടുത്തത്. മാഡത്തിൻ്റെ മക്കളൊക്കെ ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഈ കലാലയത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന, ഈ സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ബഹുമാനായ ജനപ്രതിനിധികളാണത്. അവരെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രക്ഷകർത്താക്കള് എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. ഈ നമ്മുടെ സിൽവർ ജൂബിലിയുടെ ഭാഗമായിട്ട് ഉദ്ഘാടനത്തിന് ശേഷം നമ്മൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ ചാർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോളേജ് തലത്തിലുള്ള ക്വിസ് പ്രോഗ്രാം, അതുപോലെ ഇന്റർ കൊളീജിയറ്റ് ക്വിസ് പ്രോഗ്രാം, സെമിനാർ പ്രോഗ്രാം, അതേപോലെ വർക്ക്ഷോപ്പ്, ഇങ്ങനെ ഒട്ടേറെ വൈവിധ്യമാർന്ന പരിപാടികൾ വരും മാസങ്ങളിൽ നടത്തണം എന്ന് ഇവിടെ നമ്മൾ തയ്യാറാക്കി നിശ്ചയിച്ച് ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഒരിക്കൽ കൂടി നിങ്ങളുടെ അറിവിലേക്ക് പറയുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ കർത്തവ്യത്തിൽ നിന്ന് പിൻവാങ്ങുന്നു. നന്ദി, നമസ്കാരം. യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറും ഫൈനാൻസ് കമ്മിറ്റി കൺവീനറും ആലപ്പുഴയുടെ പൊതുപ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യവും UITയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പ്രധാന പങ്കുവഹിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ശ്രീ KH ബാബുജാൻ സാർ അവരുടെ നമ്മുടെ ഗവൺമെൻറ്റായിട്ടുള്ള മുനിസിപ്പൽ ഈ രാധാകൃഷ്ണ പ്രസാദ്, ആദ്യ കൗൺസിലർ ശ്രീമതി സിമി ഷഫീഖ, തൊട്ടടുത്ത വാർഡിലെ കൗൺസിലർ, ആലപ്പുഴയിലെ പൊതുപ്രവർത്തനത്തിൽ സജീവമായിട്ടുള്ള ശ്രീ B നസീർ മുനിസിപ്പൽ കൗൺസിലർ, മുൻ കൗൺസിലർ ശ്രീമതി ഹസീന അമൻ, ശ്രീ
ഷെരീഫ് അലൂമിനി പ്രൊഫസർ ശ്രീ ഷെരീഫ്, വിദ്യാർത്ഥി പ്രതിനിധി കുമാരി ഐഷ ബഷീർ, നമ്മുടെ സ്വാഗതം എന്ന് പറയുന്ന സ്റ്റാഫ് സെക്രട്ടറി സിനിമോൾ, ബഹുമാനായുള്ള അധ്യാപകരെ, രക്ഷകർത്താക്കളെ, പ്രിയങ്കരായ വിദ്യാർത്ഥികൾ, ആലപ്പുഴ UITയുടെ രഥജൂബിലി ആഘോഷ പരിപാടികൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നതിന് ബഹുമാനായിട്ടുള്ള മന്ത്രിയും MP-യും അതുപോലെ തന്നെ മുനിസിപ്പൽ കൗൺസിൽ ചെയർമാനും എല്ലാം ഉൾപ്പെടെ പങ്കെടുത്ത് വളരെ നല്ല തരത്തിൽ നടത്തുന്നതിന് ഉള്ള പരിപാടികളാണ് കോളേജും UIT-യും അതുപോലെ ഇവിടുത്തെ സ്വാഗത സംഘടന തീരുമാനിച്ചത്. ബഹുമാനായിട്ടുള്ള മന്ത്രിക്ക് ഇന്നലെ മുതൽ നല്ല ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്. ഉത്തരത്തിൽ നിന്നും അകൻ കഴിയില്ല എന്നുള്ളത് അറിയിച്ചു. MP-യും മുനിസിപ്പൽ ചെയർപേഴ്സണും ഇവിടെ എത്തിച്ച് എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. നമ്മുടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരിവിടെ എത്തിച്ചേർന്നു. ഈ ജൂബിലി പരിപാടികളുടെ ഉദ്ഘാടനം നമുക്ക് നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ സർവകലാശാല വൃത്തിയിലെ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന UIT-കളിലൊരെണ്ണമാണ് ആലപ്പുഴ UIT. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ന്യായമായ നിരക്കിൽ ഫീസ് നൽകി അവരുടെ വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം തുടങ്ങുന്നതിനാണ് സർവകലാശാല നേരിട്ട് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ തുടങ്ങാൻ തീരുമാനിച്ചത്. തീരുമാനമെടുക്കുന്നത് സദാകര സാറിന്റെ കാലത്ത് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് നമ്മൾ BEd സെന്ററുകളും UIT-കളും UIM-കളും സ്വാശ്രയ മേഖലയിൽ സർവകലാശാല തന്നെ ആരംഭിക്കുക എന്ന പദ്ധതി തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ന്യായമായ ഫീസിൽ വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള അവസരം ഇതുവഴി ലഭിച്ചിട്ടുണ്ട്. സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ലാഭവും നഷ്ടവും ഇല്ലാതെ ഈ പദ്ധതി നടപ്പിലാക്കുന്നതാണ് ഉദ്ദേശം. ഇപ്പോൾ തന്നെ പുതിയ പ്രശ്നങ്ങൾ ഉയർന്നു വരികയാണ്. ഇപ്പോ വൈദ്യുതി ചാർജ് സാർ പറഞ്ഞില്ല, വൈദ്യുതി ചാർജ് ഒരു പ്രശ്നമില്ല. വൈദ്യുതി ചാർജ് കൊമേഴ്സ്യൽ മേഖലയിലുള്ള വൈദ്യുതി ചാർജ് കൊടുക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് AICBയിലെ ഉദ്യോഗസ്ഥന്മാർ എടുക്കുന്ന സമയം. ഇപ്പം എനിക്ക് തോന്നുന്നു 4 ലക്ഷം രൂപയാണ്, 4 ലക്ഷം രൂപയുടെ കുടിശ്ശികയാണ് ഇവിടുന്ന് AICBക്ക് അടയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. അങ്ങനെ എല്ലാ UIT-കളിലും BEd സെന്ററുകളിലും ഇത് കൊമേഴ്സ്യലായിട്ടാണ്, യഥാർത്ഥ കൊമേഴ്സ്യലല്ല, ലാഭവും നഷ്ടവും ഇല്ലാതെ നടപ്പിലാക്കുന്നത്. അങ്ങനെയൊന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊമേഴ്സ്യൽ എന്ന തരത്തിൽ വൈദ്യുതി ചാർജും മറ്റു കാര്യങ്ങളും അടയ്ക്കേണ്ടി വന്നു കഴിഞ്ഞാൽ സർവകലാശാല ഇത് നടത്തി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. നമ്മുടെ അധ്യാപകർക്കും ജീവനക്കാർക്കും ന്യായമായ രൂപത്തിൽ നമ്മൾ അവർക്ക് ശമ്പളം നൽകേണ്ടതുണ്ട്. ഇപ്പോഴുള്ള ശമ്പളമെല്ലാം വലിയ രൂപത്തിലുള്ള ശമ്പളമൊന്നുമല്ല, വളരെ ന്യായമായ രൂപത്തിലുള്ള ഒരു നിലയിലാണ് നടത്തിക്കൊടുക്കുന്നത്. കഴിഞ്ഞ സിൻഡിക്കേറ്റ് എല്ലാവരുടെയും ശമ്പളത്തിൽ 1000 രൂപയുടെ വർദ്ധനവ് വരുത്താനായിട്ട് തീരുമാനിച്ചു. അധ്യാപകരുടെയും നമ്മുടെ ജീവനക്കാർക്കുമെല്ലാം ടോട്ടൽ മൊത്തത്തിലൊരുക്കില്ലാതെ എല്ലാവർക്കും 1000 രൂപയുടെ വർദ്ധനവ് സിൻഡിക്കേറ്റ് തീരുമാനമെടുക്കുന്നുണ്ട്. അപ്പം സാമ്പത്തികമായി സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം UIT-കൾ നടത്തിക്കൊണ്ടുപോകുന്നത് ഒരു വലിയ ബാധ്യതയായി നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. ലാഭവും നഷ്ടവും ഇല്ലാതെ നടത്താൻ മാത്രമേ കഴിയൂ. കാരണം സർവകലാശാല പ്രവർത്തിക്കുന്നത് സർക്കാരിന്റെ ഗ്രാന്റും കുട്ടികളുടെ എക്സാമിനേഷൻ ഫീസ് എന്നിട്ടുള്ള വരുമാനം കൊണ്ടുമാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ സാമ്പത്തികമായ വലിയ ബാധ്യത സർവകലാശാലയ്ക്ക് വന്നു ചേരാൻ കഴിയില്ല. പ്രാദേശികമായി ഇത് നടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള സൗകര്യങ്ങളാണ് ഇത് തുടങ്ങുമ്പോൾ വിഭാവനം ചെയ്തത്. അതാത് സ്ഥലത്തെ MLA-മാർ, MP-മാർ, മുനിസിപ്പൽ പഞ്ചായത്ത് ഭരണാധികാരികൾ അവരുടെ സഹായത്തോടുകൂടി UIT-കളും അതുപോലെ തന്നെ BEd സെന്ററുകളും UIM-കളും നടത്തിക്കൊണ്ടുപോകുക എന്നതാണ് സർവകലാശാല ലക്ഷ്യമിടുന്നത്. ചില സ്ഥലത്തെങ്കിലും ഉടനല്ലാതെ നടത്തുന്ന
നടത്തുന്നതിനെ കുറിച്ച് ആർക്കും യാതൊരു ചിന്തയില്ല. ആലപ്പുഴ യൂണിറ്റി പോലെ നിരന്തരമായ ശ്രദ്ധ ജനപ്രതിനിധികളുടെ ഉള്ളത് വളരെ അപൂർവം. ഇവിടെ സുധാകര സാറിന് നിരന്തരമായിട്ടുള്ള ശ്രദ്ധയും ഇടപെടലും സഹായം അതിന്റെ ഭാഗമായി കുട്ടികളുമെല്ലാം വരുന്നു. ഇങ്ങനെ ശ്രദ്ധിക്കുന്ന ജനപ്രതിനിധികൾ വളരെ കുറവാണ്. അവരുടെ നാട്ടിലൊരു സ്ഥാപനം വരുന്നു എന്ന പേരിൽ UIT വരുന്നു, അഭിമാനപൂർവ്വം പത്രത്തിൽ വാർത്ത കൊടുക്കുന്നതല്ലാതെ തുറന്നതിന്റെ പ്രവർത്തനത്തിൽ ശ്രദ്ധിക്കുന്ന ജനപ്രതിനിധികൾ വേണ്ടത്ര ഇല്ല. തീരെയില്ല, നല്ല ചെറിയിടത്തുണ്ട്. പക്ഷേ നമുക്കതുകൊണ്ട് ഈ സ്ഥാപനങ്ങൾ ഇങ്ങനെ UIT-കൾ നേരെ ചൊല്ലിയ ശ്രദ്ധിക്കുന്നിടത്ത് നടത്തിക്കൊണ്ടു പോകാനല്ലാതെ ഒരു ശ്രദ്ധയുമില്ലാത്ത സ്ഥലത്ത് നടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല. കാരണം UIT-കളുടെ പ്രവർത്തനം മോശമാണ് എന്ന് പറഞ്ഞ് പത്രങ്ങളിൽ ഏതെങ്കിലും കുറവുകളുള്ള സ്ഥലത്തെ വാർത്തകൾ പറഞ്ഞു കൊടുക്കുകയും സെൽഫ് ഫിനാൻസിംഗ് മാനേജ്മെന്റുകൾ മൊത്തത്തിൽ ഇതിനെതിരാണ് UIT-കൾ. കാരണം അവരാഗ്രഹിക്കുന്നത് പോലെ ഫീസ് അവർക്ക് വാങ്ങിക്കണമെങ്കിൽ പൊതുമേഖലയിൽ ഇതുപോലെ ഒരു സ്വാശ്രയ സ്ഥാപനം നിൽക്കരുത്. ഇപ്പൊ BEd ഭയങ്കരമായ തിരക്കാണ് ഈ വർഷം ഉണ്ടായത്. നിങ്ങളെ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഭയങ്കരമായ തിരക്കായിരുന്നു BEd സെന്ററുകൾ ഉള്ളത് കൊണ്ടാണ് ഒരു പരിധി വരെ പിടിച്ചു നിൽക്കുന്നത്. മുമ്പ് 100 വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ 50 പേരെ 2 വർഷത്തെ കോഴ്സായപ്പോൾ 50 പേരെ നടത്താനേ NCERT അനുവാദമുള്ളൂ. അത്രയും കുട്ടികളുടെ എണ്ണത്തിൽ കുറവ് വന്നു. അത് തന്നെ ഒഴിവാക്കിയെടുക്കാൻ പല രൂപത്തിൽ ഈ കേന്ദ്ര ഏജൻസിയെ കൊണ്ട് ഇതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാനുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പൊ ആ തടസ്സങ്ങളുടെ ഇടയിലെല്ലാം നിന്നുകൊണ്ടാണ് സർവകലാശാല ഈ ശാസ്ത്രീയ സ്ഥാപനം നടത്തി വരുന്നത്. എന്നിട്ടും കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ 60 ലക്ഷം രൂപ ഫർണിച്ചറിനും മറ്റു കാര്യങ്ങൾക്കും ഇവിടുത്തെ ഉൾപ്പെടെ വരുന്നുണ്ട്. ആവശ്യമായ ഫർണിച്ചറുകൾ ചോദിച്ചിട്ടുള്ളത്, ഫർണിച്ചറുകളും കമ്പ്യൂട്ടറുകളും മറ്റു ഉപകരണങ്ങളും ചോദിച്ചത് പരിമിതപ്പെടുത്തി തരുന്നുണ്ട്. ഈ വർഷം 1 കോടി രൂപ കൂടി വെച്ചത് നമ്മുടെ UIT-കൾക്കും UAE-കൾക്കും BEd സെന്ററുകൾക്കും മതിയായ രൂപത്തിലുള്ള ഫർണിച്ചറ്, ലാബ് സൗകര്യങ്ങളെ മറ്റുള്ളവരെല്ലാം ഒരുക്കുന്നതിന് വേണ്ടി സർവകലാശാല ബഡ്ജറ്റിൽ നീക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിയണം. ആലപ്പുഴ സെന്റർ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സർവകലാശാല തന്നെ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു സെന്ററാണ്. ഒരു കോളേജിന് തുല്യമായ രൂപത്തിലുള്ള ഒരു പ്രവർത്തന സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ടീച്ചറെ വളരെ ശ്രദ്ധയുണ്ട്. സ്ഥല MLA സുധാകരൻ സാറിന്റെ ശ്രദ്ധയുണ്ട്. 2 PG കോഴ്സുകളും 3-4 UG കോഴ്സുകളുമായി അങ്ങനെ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം അതിന്റെ രജത ജൂബിലി ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് വളരെ നല്ല രൂപത്തിലാണ്. 1 വർഷക്കാലം പ്രിൻസിപ്പൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങളിലൂടെ പറഞ്ഞു. വളരെ ബൃഹത്തായ ഒരു ലക്ഷ്യത്തോടുകൂടി രജത ജൂബിലി വർഷം UIT-യുടെ ആലപ്പുഴ UIT-യുടെ പ്രവർത്തനം, അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, അതെല്ലാം നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. ഇതുകൂടാതെ 10 ലക്ഷം രൂപ ഇവിടെ നിന്ന് ആവശ്യപ്പെട്ട മെയിൻ്റനൻസ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും പിന്നെ സിൻഡിക്കേറ്റ് തീരുമാനമെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് ഈ സൗകര്യങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തി മറ്റ് ജനപ്രതിനിധികളുടെ എല്ലാം സേവനം ഉപയോഗപ്പെടുത്തി ജൂബിലി വർഷം ആലപ്പുഴ UIT കൂടുതൽ ഉപയോഗപ്പെടട്ടെ. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പഠിക്കാനുള്ള സൗകര്യം ഈ സ്ഥാപനത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും നിങ്ങൾക്ക് എല്ലാ രൂപത്തിലുള്ള ആശംസകൾ സർവകലാശാലയുടെ പേരിൽ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. താങ്ക് യു സാർ. കായംകുളം മാവേലിക്കര കോളേജുകളിലെ പ്രശസ്തനായ അഭിഭാഷകനും കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറും ആയ അഡ്വക്കേറ്റ് A. അജികുമാർ അവരുടെ ആശംസ അർപ്പിക്കുന്നതിനായി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ഡോക്ടർ D. രാധാകൃഷ്ണ സാർ, സിൻഡിക്കേറ്റിലെ ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, എൻ്റെ ജ്യേഷ്ഠ സഹോദരനുമായിട്ടുള്ള അഡ്വക്കേറ്റ് K. ബാബുജാൻ, പ്രിയപ്പെട്ട സിനി ഷാഫിക്ക, EM ഷിബി, ഷെമി MS, കുമാരി ഐഷ ബഷീർ, ശ്രീമതി സിനിമോൾ, പ്രിയപ്പെട്ട സുഹൃത്ത് കൗൺസിലർ E. നസീർ, EM ഷെരീഫ്,
അസീന അമ്മൻ, മറ്റു പ്രിയപ്പെട്ടവരെ, 25 വർഷം ആലപ്പുഴ UIT പിന്നിടുകയാണ്. ഒരു പക്ഷേ വിജയകരമായിട്ടുള്ള 25 വർഷം. പല UITകളിലും ഞങ്ങൾക്ക് പങ്കെടുക്കാൻ അവസരം കിട്ടാറുണ്ട്. പക്ഷെ ആലപ്പുഴ വരുമ്പോഴാണ് വല്ലാത്ത അഭിമാനവും സന്തോഷവും തോന്നാറുള്ളത്. ഇവിടെ സംസാരിക്കുന്നതിനിടയിൽ രാധാകൃഷ്ണ സാർ പറഞ്ഞു, കഴിഞ്ഞ 4th സെമസ്റ്റർ ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഏറ്റവും ടോപ്പ് മാർക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ വാങ്ങിച്ചത് ഈ UIT നിന്നാണ്. അപ്പോൾ ആളുടെ പതിവ് ധാരണ UIT എന്ന് വെച്ചാൽ മറ്റ് ഇന്ത്യൻ കോളേജുകളോട് കിടപിടിക്കുന്നതല്ല, ഒരു 2ാം തരം സ്ഥാപന രൂപത്തിലാണ് ആളുകൾ കാണുന്നത്. ആ ചിന്താഗതിയെല്ലാം മാറ്റി മറിക്കാൻ ഇവിടുത്തെ ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് 2002 തോന്നുന്നു, നമ്മൾ ഈ സ്കൂളുകളെല്ലാം കൂട്ടാൻ വേണ്ടിയിട്ടൊരു ആലോചന ഉണ്ടായി. സ്കൂളുകൾ അത് പറഞ്ഞത് ഈ ലാഭനഷ്ടത്തിൻ്റെ ബാക്കി പത്രം പരിശോധിച്ച് അനാദായകരം എന്ന് പറഞ്ഞിട്ടാണ് കൂട്ടാൻ തീരുമാനിച്ചത്. അപ്പോൾ അന്ന് ഒരു വലിയ ചർച്ച നടന്നു, എങ്ങനെയാണ് ഈ സ്കൂളുകളെ അനാദായകരം എന്നുള്ള പട്ടികയിൽ നിന്ന് മാറ്റി രക്ഷപ്പെടുത്താൻ വേണ്ടി ചർച്ചയാണ്. അപ്പോൾ ആ ചർച്ച ഇന്നും വളരെ കാലിക പ്രസക്തിയുണ്ട്. ഈ UIT പറ്റി പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ പശ്ചാത്തല സൗകര്യം എങ്ങനെ നമ്മൾ മെച്ചപ്പെടുത്തിയത്, അതിൽ ബഹുമാനപ്പെട്ട സുധാകരൻ സാറിൻ്റെ പങ്കുണ്ട്, മുനിസിപ്പാലിറ്റിയുടെ പങ്കുണ്ട്, MP-യുടെ പങ്കുണ്ടാവാം, എല്ലാം ഉണ്ടാവാം. അതിനോടൊപ്പം നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന അലുമിനി എല്ലാവരും ഉണ്ട്. അതിൻ്റെ വലിയ സഹായം നമുക്ക് ലഭിച്ചാൽ നമുക്ക് മെച്ചപ്പെടുത്താൻ കഴിയും. നേരത്തെ വാദ്യ സാർ സൂചിപ്പിച്ച പോലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് മിതമായ ഫീസിൽ ഉന്നത വിദ്യാഭ്യാസം നേടാനുള്ള ഒരു സൗകര്യം ഒരുക്കുകയാണ് UIT-കളിലൂടെ. പരിമിതികളുണ്ട്, പരാധീനതകളുണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന രൂപത്തിൽ പ്രവർത്തിക്കണമെന്നാണ്. ഒരു വലിയ ആദായം പലർക്കും കിട്ടാറില്ല. നമ്മുടെ BA കോളേജിലൊക്കെ തന്നെ നഷ്ടത്തിലാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് സമൂഹം ഏറ്റെടുത്താൽ കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയും. ഒട്ടേറെ ഘടകങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ പ്രിൻസിപ്പൽ ഇത് വളരെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വളരെ വേണ്ടപ്പെട്ട ബഹുമാനായിട്ടുള്ള എൻ്റെ ഒരു പ്രിൻസിപ്പളാണ് രാധാകൃഷ്ണ സാർ. കുറേ കാര്യങ്ങൾ പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഇതൊന്നും ചെയ്തില്ലെങ്കിലും പ്രിൻസിപ്പൽമാർക്ക് നിശ്ചയിച്ച് ശമ്പളം വാങ്ങിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ടേപ്പ് പൂർത്തീകരിച്ച് പോകാം. പക്ഷെ അദ്ദേഹത്തെ പോലെ പ്രിൻസിപ്പൽമാർ പല കലാലയങ്ങളിലും മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. UIT-കളെ, BA സെന്ററുകളെ അതിനുവേണ്ടി അക്ഷീണം ആത്മസമർപ്പണത്തോടെ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ഒരു വികസനവും സ്വയംഭൂവായി ഉണ്ടാവുന്നില്ല. സായിബാബയൊക്കെ കാണിക്കുന്ന പോലെ അന്തരീക്ഷത്തിൽ നിന്ന് വസ്തു എടുക്കുന്ന പോലെ അല്ല വികസനം. അതിനൊരു വിഷനും മിഷനും ഉണ്ടാവണം, അതിനൊരു പ്രവർത്തിക്കാനുള്ള മനസ്സുണ്ടാവണം, ഇതിന് വികസനം ഉണ്ടാവും. ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞതിൽ പറയട്ടെ, നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ സർവകലാശാല ജീവിതത്തിന്റെ സർവതല സ്പർശിയായ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് കുതിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗിൽ നമ്മുടെ വൈസ് ചാൻസലർ പറഞ്ഞത്, നമ്മുടെ രാജ്യത്തെ സർവകലാശാലകളിൽ 10ൽ 1 നമ്മുടെ മാതൃ സർവകലാശാലയെ മാറ്റാൻ കഴിയണം. അതിനുള്ള പരിശ്രമമാണ് നടത്തുന്നത്. ഇപ്പം നമുക്കറിയാം, കോവിഡ് ഒരു മഹാമാരിയാണ്, വലിയ വെല്ലുവിളിയായിരുന്നു. ആ സമയത്ത് പലരും പുറത്തോട്ട് വരാൻ വേണ്ടി പഠിച്ചു. നമ്മളെന്താ ചെയ്ത് ബഹുമാനപ്പെട്ട ബാബു സാറിന്റെ നേതൃത്വത്തിൽ 450 ഏക്കറിലധികം വരുന്ന നമ്മുടെ കാര്യവട്ടം ക്യാമ്പസ്, ആ ക്യാമ്പസിൽ 20 ഏക്കർ ഭൂമി ഏതാണ്ട് 30 വർഷമായിട്ട് തരിശേ കിടക്കുകയാണ്. 1-ാം തരം ലക്ഷണമൊത്ത കൃഷിഭൂമി അത് നമ്മൾ വീണ്ടെടുത്തു. കൃഷി ഇറങ്ങി. ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ അക്ഷരാർത്ഥത്തിൽ ആ ചേറ്റിനകത്ത് ഇറങ്ങി വിത്ത് വിതച്ചുകൊണ്ട് നമ്മൾ ഉദ്ഘാടനം ആരംഭിച്ചു. 20 ഏക്കർ. അപ്പോൾ ആദ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞ് 2ാമത്തെ വിളവെടുപ്പിലേക്ക് പോവുകയാണ്. കോവിഡിന്റെ വെല്ലുവിളിയെ നമ്മൾ അതിജീവിച്ച രീതി ഞാൻ പറയുകയാണ്. ഏതാണ്ട് 1000-ഓളം തേക്കിൻ തൈകൾ നമ്മൾ നട്ടുപിടിപ്പിച്ചു. ഇതെല്ലാം വല്ലാതെ കാട് പിടിച്ചൊരു സ്ഥലം നമ്മൾ ആലോചിച്ചോളാം. പണ്ട് രാജ്യ സ്നേഹികളെ പറ്റിയും ദേശാഭിമാനികളെ പറ്റിയും പറയുമ്പോൾ വരുന്ന തലമുറയെ പറ്റി നോക്കുകയാണ്. സിൻഡിക്കേറ്റ് വരാൻ പോകാം. VPC ഇന്ത്യൻ പാർലമെന്റ് പ്രസംഗിച്ച പോലെ ഒരു അവിശ്വാസ പ്രമേയത്തെ പ്രസംഗിച്ചു. ഗവൺമെന്റിനെ കമാൻ പോകും എന്നത് പ്രസംഗിച്ചു. ഗവൺമെന്റ് വരും പോകും, സിൻഡിക്കേറ്റ് വരും പോകും, പക്ഷെ യൂണിവേഴ്സിറ്റികൾ നിൽക്കും. സിൻഡിക്കേറ്റ് വരും, പുതിയ ആളുകൾ വരും. പക്ഷെ അതല്ല, അത് തലമുറയെ കരുതിയാണ് 1000 തേക്കിൻ തൈകൾ നമ്മൾ നട്ടുപിടിപ്പിച്ചത്. അതുപോലെ 1000 തെങ്ങിൻ തൈകൾ, 47,000 ഫലവൃക്ഷ തൈകൾ യൂണിവേഴ്സിറ്റിയോട് കാര്യവട്ടം നമ്മൾ ചെയ്തു നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 5
ഏക്കറിൽ പച്ചക്കറി കൃഷി. നമുക്ക് പലപ്പോഴും കിട്ടുന്ന പച്ചക്കറി വിഷലിപ്തമാണ്, നമ്മൾ അറിയുന്നില്ല. പലരും രോഗം വരുമ്പോൾ അപകടകരമായ കാരണം അന്വേഷിച്ച് ചെല്ലുമ്പോൾ അന്യസംസ്ഥാനങ്ങളിൽ കയറ്റുമതി ഇങ്ങോട്ട് വരുന്ന വിഷലിപ്തമായ പച്ചക്കറിയാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മൾ ജൈവ പച്ചക്കറി കൃഷിയിലേക്ക് മടങ്ങിപ്പോയില്ലെങ്കിൽ ഭീകരമായിട്ടുള്ള ഒട്ടേറെ രോഗങ്ങൾ, മാതാരോഗങ്ങൾ, മഹാവ്യാധികൾ നമ്മൾ പിടിപെടുന്നതിന് തർക്കം വേണ്ട. വിശ്വാസങ്ങളിലേക്ക് പോകില്ല, നമ്മൾ ചെയ്തെന്ന് പറയുകയാണ്. ഇപ്പൊ നോക്കൂ, നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴ പഞ്ചായത്ത് നമ്മളിപ്പോ കണ്ടൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുകയാണ്. അദ്ദേഹം സാമ്പത്തികം അടക്കം 8 ലക്ഷം രൂപ ഫിനാൻസ് കമ്മിറ്റിയുടെ കമ്മിറ്റി അദ്ദേഹം തന്നു. പ്ലാനിംഗ് കമ്മിറ്റി ചർച്ച ചെയ്തു. തൽക്കാലം 2 കിലോമീറ്ററിൽ 8 ലക്ഷം രൂപ മുടക്കി കണ്ടൽ ചെടികൾ. നമ്മുടെ അവിടുത്തെ ആറാട്ടുകളിൽ പോയിട്ടുണ്ടാവും. വലിയ രീതിയിൽ തറയിക്കണമെന്ന് വെച്ചാൽ ഒരു റിബന്റെ വലിപ്പമേ ഉള്ളൂ, കടലും കായലും തമ്മിൽ. ഏത് സമയവും അവിടുത്തെ മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്ന വിധത്തിൽ പ്രശ്നം ഉണ്ടാവാം. അപ്പൊ ഈ പലപ്പോഴും സുനാമി രാക്ഷസ തിരമാലകൾ കടന്നാക്രമിച്ച് ഏതാണ്ട് 28ഓളം ജീവനുകൾ അപഹരിച്ചെടുത്ത കടപ്പുറമാണത്. അവിടെയാണ് കണ്ടൽ ചെടികൾ തിരമാലകളെ പ്രതിരോധിക്കാൻ ഫലപ്രദമാണെന്ന് കണ്ടെത്തി നമ്മൾ ചെയ്തിരിക്കുകയാണ്. 2 ആഴ്ച മുമ്പാണ് നമുക്ക് അഭിമാന സംഭവമായിട്ടുള്ള നമ്മുടെ ആലപ്പുഴയിലെ ഇൻഫർമേഷൻ സെന്റർ, സ്റ്റഡി ആൻഡ് റിസർച്ച് സെന്റർ, അവിടെ വെച്ച് നമ്മൾ ഒരു ചർച്ച സംഘടിപ്പിച്ചു. എന്താ മത്സ്യസമ്പത്തിനെ പറ്റിയുള്ള പഠനം, മത്സ്യം മേഖലയിൽ പ്രവർത്തിക്കുന്ന മീൻപിടുത്തക്കാർ അടക്കമുള്ള ആളുകളുടെ സഹായത്തോടുകൂടി ആ മേഖലയിൽ പഠനം നടത്താൻ വേണ്ടിയിട്ടുള്ള ഗവേഷണത്തിൽ തുടക്കം കുറിച്ച് ഒട്ടേറെ കാര്യങ്ങൾ ഞാൻ വിശദാംശങ്ങളിലേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു മാതൃസർവകലാശാല രാജ്യത്ത് ഒന്നാമതായി കുതിക്കാൻ പരിശ്രമിക്കുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുകയും അതിൽ അഭിമാനിക്കുകയും ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഒട്ടേറെ കാര്യങ്ങൾ, പുതിയ കോഴ്സുകൾ നമ്മുടെ UIT ലഭിക്കേണ്ടതായിട്ടുണ്ട്. പശ്ചാത്തല സൗകര്യം നമുക്ക് മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഞങ്ങളുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് കഴിഞ്ഞ കമ്മിറ്റിക്കകത്ത് സിൻഡിക്കേറ്റിനകത്തും കമ്പ്യൂട്ടർ തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഡെസ്കും ബെഞ്ചും അലമാരയും അടക്കം വാരിക്കോലിയില്ല കേട്ടോ, പരിമിതി കാലത്തുള്ള വാക്ക് ഉപയോഗിച്ചോണ്ട് ഞാൻ പറയുന്നത് തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാം ചെയ്യാൻ കഴിയും. നമ്മുടെ വാട്ടർ ടാങ്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ടെൻഡർ ചെയ്തിരിക്കുകയാണ്. വാട്ടർ ടാങ്കിന്റെ ഇത് ഇന്ന് അതിന്റെ ഓപ്പൺ ചെയ്യുന്ന ദിവസം ലാസ്റ്റ് ഡേറ്റ് ആണ്. അത് ഏറ്റവും ഫലപ്രദമായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വാട്ടർ ടാങ്ക് സ്ഥാപിച്ചാൽ നമ്മുടെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിയും. അങ്ങനെ മുന്നോട്ട് പോകുന്നു. നമ്മുടെ UIT അഭിമാനമായ UIT മുന്നോട്ട് പോകുന്നു. ഞാൻ വളരെ സന്തോഷം. നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപനങ്ങളിൽ പല UITയിൽ പോകുമ്പോൾ ഇത്രയും മെച്ചമില്ല. നേരത്തെ വളരെ സാർ സൂചിപ്പിച്ച പോലെ പല ജനപ്രതിനിധികളും ഞങ്ങൾ UITക്ക് 50 ലക്ഷം അനുവദിച്ചു, 1 കോടി അനുവദിച്ചു, പത്രത്തിൽ മാത്രമേ ഉള്ളൂ, പ്രായോഗിക തലത്തിലില്ല. ആ വാക്ക് നോക്കിയിട്ട് വല്ലാത്ത ആത്മസംതൃപ്തിയാണ് പല MLA-മാരും മന്ത്രിമാരും കാണിക്കുന്നത്. പക്ഷേ അതിന് വ്യത്യസ്തമായി പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന മന്ത്രി ഇവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് അതിനെ യാഥാർത്ഥ്യമാക്കാൻ പറ്റിയ രാധാകൃഷ്ണ സാറിനെ പോലെ പ്രിൻസിപ്പൽമാരും നല്ല PTA-മാരും നല്ല അധ്യാപകരും, പറയാൻ പാടില്ല, നല്ല അധ്യാപകർ. കുട്ടികളെ അതിന്റെ അനന്തിന്റെ കോപാകം വായിക്കാൻ കഴിയത്തില്ലല്ലോ. ഇവിടെ എല്ലാവരും കൂടെ സമയം എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു നല്ല കൂടിച്ചേരലുകൾ ഉള്ളതുകൊണ്ടാണ് ഇതെല്ലാം നേടാൻ കഴിയുന്നത്. കൂടുതൽ പുരോഗതിയിലേക്ക് പോകാൻ കൂടി UIT കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. താങ്ക് യു സാർ. നമ്മുടെ ഇപ്പോഴത്തെ വാർഡ് കൗൺസിലറും മുൻ PTA എക്സിക്യൂട്ടീവ് മെമ്പറുമായിരുന്ന ശ്രീമതി സിമി ഷാഫിഖാൻ അവർ നമ്മുടെ UITയുടെ മുൻപോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മോടൊപ്പം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആശംസ അർപ്പിക്കുന്നതിനായി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷകർത്താക്കളെ, അധ്യാപകരെ, വളരെയധികം സന്തോഷമുണ്ട് എനിക്കിവിടെ എത്തിപ്പെടാൻ സാധിച്ചത്. കാരണം 2011-14 കാലയളവിൽ ഞാൻ ഈ UITയുടെ PTA മെമ്പറായിരുന്നു. ഒരു കുടുംബത്തോട് തിരിച്ചു വന്നൊരു പ്രതീതിയാണ് എനിക്കിവിടെ വന്നപ്പോൾ ആഗ്രഹം തോന്നിയത്. ഇവിടെ ഇരിക്കുന്ന കുറേയധികം അധ്യാപകർക്കും സ്റ്റാഫിനും ഒക്കെ എന്നെ നല്ലപോലെ അറിയാം. ചേച്ചി ഉണ്ടായിരുന്നേ, ഞാൻ ഉണ്ടായിരുന്ന സമയം അന്ന് PTA പ്രസിഡന്റായിരുന്ന നാസറിക്കായും ഞങ്ങളൊക്കെ കൂടി ഒരുപാട് കാര്യങ്ങൾ കോളേജിനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളിവിടെ വരുന്ന സമയത്ത് ഈ കോളേജിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. അതിന് ഞങ്ങളുടെ PTA കൂടി ഒരുപാട് പ്രവർത്തനങ്ങൾ, ഗേറ്റ്, ഇതൊക്കെ ആ സമയത്ത് ഞങ്ങൾ ചെയ്ത കാര്യങ്ങളാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഈ കോളേജിന് വേണ്ടി എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തുടർന്നുള്ള ഈ 5 വർഷക്കാലം ഈ UITയുടെ ഒപ്പം ഞാൻ ഉണ്ടാകുന്നൊരു വാക്ക് ഞാൻ ഉറപ്പ് തരികയാണ്. ഇപ്പോൾ സാറ് പറഞ്ഞിരുന്ന ഈ പോരായ്മകൾ അത് ഞാൻ ഇതിന് മുമ്പ് ഇവിടെ വന്നപ്പോഴും സ്റ്റാഫും ടീച്ചേഴ്സും എന്നെ ഓർമ്മിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് വേണ്ട രീതിയിൽ മുന്നോട്ട് പോകുക
പിടിച്ചുകൊണ്ട് നമ്മുടെ കോളേജിന്റെ ഓരോ വളർച്ചയിലും എന്നും നമ്മോടൊപ്പം നിൽക്കുന്ന പ്രിയങ്കരനായ പൊതുമരാമത്ത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ജി സുധാകരൻ സർ അവർ അദ്ദേഹത്തിന്റെ ഒരു കവിത ആലപിക്കുകയാണ്. തിരക്കിന്റെ ജീവിതത്തിനിടയിലും അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരുന്ന ചില ചിന്തകൾ, അത് ഇത്തരം പൊതുവേദിയിൽ ഇരിക്കുമ്പോഴോ യാത്രാവേളകളിലോ ആവാം. ആ ചിന്തകളാണ് പിന്നീട് കവിതകളായി ജനിക്കുന്നത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കത്തുന്ന ഗീതകം എന്ന കവിതയിലെ ഏതാനും വരികൾ നമുക്കായി ആലപിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ ഏവർക്കും പ്രിയങ്കരനായ ഒരു ഗായകൻ കൂടിയായ നമ്മുടെ പ്രിയ പ്രിൻസിപ്പൽ ഡോക്ടർ രാധാകൃഷ്ണൻ തുളസി സാറിനെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഈ വളരെ കൃത്യമായിട്ടുള്ള ഈ ഒരു ചടങ്ങിൽ ഈ സ്ഥാപനത്തിന് വേണ്ടി നിലകൊള്ളും നമ്മുടെ ബഹുമാന്യനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ ജി സുധാകരൻ സാർ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഈ ഉദ്ഘാടന കർമ്മത്തിൽ അദ്ദേഹത്തിൻ്റെ നിരവധി കവിതകളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു കവിത അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ആലപിക്കണം എന്ന് ഞാൻ നമ്മുടെ അധ്യാപകരോടും വിദ്യാർത്ഥികളോടും ആവശ്യപ്പെട്ടു. അങ്ങനെ അവര് കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെ ഒരു ഉച്ചയോടുകൂടി ഒരു കവിത സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് എന്നെ കേൾപ്പിച്ചു. അപ്പോൾ ആ കവിത കേട്ട് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി ഒരു നമുക്ക് കേൾക്കാൻ ഒരു കാതിന് ഇമ്പമുണ്ടാകുന്ന രീതിയിൽ എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്ന ഒരു ട്യൂൺ ഞാൻ ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. പക്ഷെ അവർക്ക് അത് ഉൾക്കൊണ്ടുകൊണ്ട് അതനുസരിച്ചത് പാടുവാൻ അവർക്ക് സാധിക്കാതെ വരികയും, കാരണം കുട്ടികളാണല്ലോ ഈ തരത്തിലുള്ള പരിപാടികളിൽ അവരുടെ ഒരു കലാപരമായിട്ടുള്ള മത്സരങ്ങൾ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള ആഗ്രഹമാണ് എനിക്ക് പണ്ട് മുതലേ ഉള്ളത്. അപ്പോൾ അവര് ഈ വേദിയിൽ അത് അന്വർത്ഥമാക്കത്തക്ക രീതിയിൽ ഈ കവിത ചൊല്ലണം എന്ന് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ അവര് നമ്മുടെ കുട്ടികൾ ആ ഒരു കലാവാസന എന്ന് പറഞ്ഞാൽ ഒരു ഇൻബോൺ ടാലന്റാണ്. അപ്പം അവർക്കത് പെട്ടതില്ല, നമ്മുടെ ആ രീതിയിലേക്ക് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാനൊരു സമയവും കിട്ടിയില്ല. അപ്പോൾ നമ്മുടെ അധ്യാപകരെല്ലാം കൂടി അത് ഞാൻ തന്നെ ആലപിക്കണം എന്ന് എന്നോട് ആവശ്യപ്പെടുകയും, നമ്മുടെ നല്ലൊരു വേദിയാണല്ലോ നമ്മുടെ മിനിസ്റ്ററുടെ ഒരു സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ കവിത, മാനവരി കവിത പാടുന്നതിന് ഇവരുടെ എല്ലാം നിർബന്ധം സ്വീകരിച്ചുകൊണ്ട് ഞാനത് പാടാമെന്ന് കേട്ട്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആബ്സൻസ് ഉണ്ട്. എങ്കിലും എല്ലാവരുടെയും ആഗ്രഹപ്രകാരം അദ്ദേഹം മനോരമ ആഴ്ച പതിപ്പിൽ വന്ന അദ്ദേഹത്തിൻ്റെ ഒരു കവിത, കത്തുന്ന ഗീതകം എന്ന ഒരു കവിത, അതിലെ ഏതാനും വരികൾ മാത്രം ഞാൻ ഈ സന്ദർഭത്തിൽ ആലപിക്കാൻ ശ്രമിക്കുകയാണ്. അറിയില്ല, പ്രായമൊക്കെ ആയതുകൊണ്ട് പണ്ടത്തെ ആ ഒരു രീതിയിലേക്ക് പാടാൻ സാധിക്കുന്ന അറിയില്ല, എങ്കിലും നോക്കാം. വീണ്ടും അഴലോടെ ആലപിച്ചിടട്ടെ ആത്മദുഃഖങ്ങൾ തന്നഗ്നീതം, കത്തുന്നു കാണുന്നു ഗീതകം ഇന്ധനം, ചുട്ടുപഴുത്ത
കൊടുത്തൊരു ജീവനല്ലോ വീണ്ടും അഴലോടെ ആലപിച്ചിടട്ടെ ആത്മദുഃഖങ്ങൾ തന്നഗ്നിദീപം കത്തുന്നു കാണുന്നു ഗീതകം ഇന്ധനം ചുട്ടുപടുത്തൊരു ജീവനല്ലോ കർമ്മങ്ങൾ നിത്യ ദുരിതമാം കർമ്മങ്ങൾ എത്രയായിട്ടും ഒടുങ്ങിയില്ല നിത്യം വളരുന്നു കർമ്മങ്ങളൊപ്പമായി നിത്യ ദുരിതവും ചേർന്നുവല്ലോ വീണ്ടും അഴലോടെ ആലപിച്ചിടട്ടെ ആത്മദുഃഖങ്ങൾ തന്നഗ്നിഗീതം സൽക്കർമ്മവെണ്ണ ഉരുകിയൊലിച്ചൊര നെയ്പാവകളിൽ ലയിച്ചുവല്ലോ കത്തുന്നു ആണിയായി കത്തുന്നു ഇന്ധനം സൽക്കർമ്മനിയതും ലോകധർമ്മം നിത്യദുരീതവും സൽക്കർമ്മവും ചേർന്ന് കത്തുന്നു ഗീതകം മേൽക്കുമേലേ വീണ്ടും അഴലോടെ ആലപിച്ചിടട്ടെ ആത്മദുഃഖങ്ങൾ തന്നഗ്നിഗീതം നിത്യ ദുരീതം സൽക്കർമ്മവേ വഴി മാറുമെന്നു മറ്റും പറയാൻ കഴിയില്ല ജീവിതം കത്തുന്ന ഗീതകം തന്നെ എന്നുമെന്നും രണ്ടും പിരിക്കുവാൻ ഏറെ പ്രയാസം അതെന്നും പ്രകൃതൻ നീതിയല്ലോ കത്തട്ടെ കത്തി ജ്വലിക്കട്ടെ പിന്നെയാ കത്തി അമരട്ടെ എൻ ജീവിതം വീണ്ടും അഴലോടെ ആലപിച്ചിടട്ടെ ആത്മദുഃഖങ്ങൾ തന്നു അഗ്നിഗീതം ആത്മദുഃഖങ്ങൾ തന്നു അഗ്നിഗീതം
പ്രിൻസിപ്പൽ ഡോക്ടർ ബി രാധാകൃഷ്ണൻ സർ, എൻ്റെ സുഹൃത്തും കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവുമായ ബഹുമാനായ അഡ്വക്കേറ്റ് കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ സുഹൃത്ത് അഡ്വക്കേറ്റ് അജികുമാർ, മറ്റേ സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഡോക്ടർ ജയരാജ് സർ, നമ്മുടെ കൗൺസിലർമാർ ബഹുമാനായ ശ്രീമതി വിനിത, ശ്രീമതി സിമി ഷാഫി ഖാൻ, ശ്രീ നാസർ അബാബിച്ച്, പിന്നെ നമ്മുടെ അസിയർ, അതുപോലെ ഗവേണിംഗ് ബോഡിയെ ചപ്പി തുടങ്ങിയിട്ടുള്ള ബഹുമാനായ ശ്രീ PTA എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീ എം ഷെബി, അലുമിനി കമ്മിറ്റി ട്രഷറർ ശ്രീ ഷബീമസ്, വിദ്യാർത്ഥി പ്രതിനിധി കുമാരി ആയിഷ ബഷീർ, സ്റ്റാഫ് സെക്രട്ടറി ശ്രീമതി സിനൂർ ആർഎസ്, ശ്രീമതി ഹസീന അമാൻ തുടങ്ങി മറ്റ് ബഹുമാന്യരെ സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ദിവസം കുറച്ച് തിരക്കുകൾ കൂടുതലുള്ള ദിവസമായതുകൊണ്ട് കൃത്യസമയത്ത് 10 മണിക്ക് തന്നെ ഞാനിവിടെ വന്നത്. അപ്പോൾ നിങ്ങളെല്ലാം തയ്യാറായി വരുന്നതേ ഉള്ളൂ. അത് കാരണം പോയിട്ട് വരാമെന്ന് കരുതി പോയിട്ട് വന്നപ്പോൾ അല്പം താമസം, അതുകൊണ്ട് താമസിച്ച് ക്ഷമിക്കണമെന്ന് ആദ്യമായി അപേക്ഷിക്കുന്നു. താമസിച്ച് വന്നിട്ട് അധിക പ്രസംഗം നടത്തുന്നത് ശരിയല്ല. പിന്നെ സാറ് ചെവിയിൽ വന്ന് ഒരു സമയത്ത് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ സാറ് ചെവിയിൽ വന്ന് ഒരു ആവശ്യം ഉന്നയിച്ചു. അത് രജത ജൂബിലി ബ്ലോക്കിൻ്റെ കാര്യം പറഞ്ഞേക്കണമെന്നാണ് നമ്മൾ പറഞ്ഞില്ലാത്ത. പുതിയ കെട്ടിട നിർമ്മാണത്തിന് പാർലമെന്റ് അംഗം എന്ന നിലയിൽ ഇപ്പോഴൊരു ഓഫർ തരാൻ പറ്റുന്ന രൂപത്തിലല്ല ഞാനടക്കം ഇന്ത്യയിലെ ഭരണ പ്രതിപക്ഷ പാർലമെന്റ് അംഗങ്ങൾ, ലോകസഭയിലെയും രാജ്യസഭയിലെയും എല്ലാ അംഗങ്ങൾക്കും 2 വർഷത്തെ 2.5 വർഷത്തെ പറയും MP ഫണ്ട് മുഴുവൻ സെൻട്രൽ ഗവൺമെന്റ് കോവിഡ് പ്രമാണിച്ച് തിരിച്ചെടുത്തിരിക്കുകയാണ്. അത് ഫ്രീസ് ചെയ്തിരിക്കുന്നു. 2022 മാർച്ച് വരെ ഒരു MP ഫണ്ടും ഇല്ല. അത് കാരണം ഈ ഇപ്പോൾ കൗൺസിലർമാരോട് എഴുതിക്കൊണ്ട് കുറച്ച് വഴി വെച്ച് കൊണ്ടാക്കൊരു ഉണ്ടാകും. കാരണം ഈ ഇന്ത്യയുടെ കാര്യമില്ല, 10 പൈസക്ക് ഗതിയില്ലാത്തൊരു പാർലമെന്റ് പുറകെ നടത്തുന്ന കാര്യം ഈ അവസ്ഥയിലാണ് ഇരിക്കുന്നത് എന്ന് ഞാൻ പുറത്ത് പറയാറില്ലായിരുന്നു. പുറത്ത് പറഞ്ഞാൽ ഉള്ള വില കൂടെ പോയാൽ രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സാറ് രജത ജൂബിലി ബ്ലോക്കിൻ്റെ ഒരു കാര്യം നമ്മളോട് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ഇപ്പം കയറി പറഞ്ഞാൽ
അത് ഒരു ശരിയായ നടപടിയല്ല. ചെയ്യാവുന്നത് പറയുക, പറയുന്നത് ചെയ്യുക. അപ്പൊ എന്തായാലും രജത ജൂബിലി ആഘോഷിച്ചപ്പോൾ ഇനി അടുത്ത എന്തോ ഗോൾഡൻ ജൂബിലിയാണ് ആഘോഷിക്കുന്നത്. അപ്പൊ അതില് ആ ആഘോഷങ്ങൾക്കൊക്കെ ഇടയിലേക്ക് നമുക്ക് എന്തായാലും ഈ 2 കൊല്ലം കഴിഞ്ഞ് വരുന്ന മുറയ്ക്ക് എന്തായാലും നമുക്ക് ഇവിടെ നടക്കുന്ന ഒരു നല്ല ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം എന്ന നിലയിൽ തീർച്ചയായും എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു നിലയിൽ അതിന് ഒരു ഓർമ്മക്കുറിപ്പ് എന്ന നിലയിൽ ഉണ്ടാവാൻ ആവശ്യമായ ഇടപെടൽ നടത്താം എന്ന ഒരു വിദൂര വാഗ്ദാനം മാത്രമാണ് എനിക്ക് ഉള്ളത്. നമ്മുടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളും അതുപോലെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളും യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപനങ്ങളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നതിന് സമാനമായ നിലയിൽ പരിമിതികളും പ്രയാസങ്ങളും പോരായ്മകളും എല്ലാം ഉണ്ടെങ്കിൽ പോലും യൂണിവേഴ്സിറ്റി നേരിട്ട് നടത്തുന്ന നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത്രയും വർഷക്കാലം പിന്നിട്ട് അത് വിജയപഥത്തിൽ കുട്ടികളുടെ എല്ലാം നല്ല പിന്തുണയോടുകൂടി ഈ സ്ഥാപനം അതിൻ്റെ ഇത്രയും വർഷക്കാലത്ത് 25 വർഷക്കാലം ചെറിയ കാലം അത് നല്ല നിലയിൽ പ്രവർത്തിച്ച് ഇവിടം വരെ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും അതിൻ്റെ ആദ്യ കാലം മുതൽ ഇങ്ങോട്ട് പ്രവർത്തിച്ചു വരുന്ന എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നല്ല വളർച്ചയാണ്. ഇവിടെ നമ്മുടെ ബഹുമാനായ സിൻഡിക്കേറ്റുകളൊക്കെ ഇപ്പോൾ അവർ ഇവിടെ മാത്രമല്ല നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന അതിൻ്റെ പരിധിയിൽ വരുന്ന എല്ലാ ജില്ലകളിലും ഇതുപോലുള്ള സ്ഥാപനങ്ങൾ അനുവദിച്ച് നൽകി നിരവധി വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യങ്ങൾ കൊടുത്തവരാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ പ്രിയങ്കനായ ശ്രീ ബാബുജാനും അതുപോലെ ശ്രീ രജീന്ദ്രനൊക്കെ കൂടി ബന്ധപ്പെട്ടാണ് ഞാൻ നേരത്തെ പ്രദാനം ചെയ്ത അരൂർ നിയോജക മണ്ഡലത്തിൽ അവർ 2 കോഴ്സ് അനുവദിച്ചു തരികയും അത് നല്ല നിലയിൽ അവിടെ പ്രവർത്തിക്കുകയും ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇത്തരമൊരു സ്ഥാപനം പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിനെയും അതിൻ്റെ അംഗങ്ങളെയും ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുക. അവരുടെ ഒരു നല്ല ഇടപെടലാണ് നടക്കുന്നത്. പോരായ്മകളൊക്കെ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് നമ്മുടെ സർക്കാരിൻ്റെ 7 സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന പോലല്ല. അതിന് അതിൻ്റെതായ സർക്കാർ സഹായങ്ങളും ഒക്കെ ധാരാളമായി ലഭിക്കും. അത്തരം സംവിധാനങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് അതുപോലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല. ഗവൺമെന്റ് സപ്പോർട്ട് നേരിട്ട് കിട്ടുന്ന മറ്റ് സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന എയ്ഡഡ് സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന തരത്തിലുള്ള സഹായം ലഭിക്കാതിരുന്നിട്ടും യൂണിവേഴ്സിറ്റിയുടെ പരിമിതിക്കകത്തിൽ നിന്നുകൊണ്ടാണ് ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പരിരക്ഷിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സമാന്തരമായി നമ്മുടെ എയ്ഡഡ് വിദ്യാലയങ്ങൾക്കും അതുപോലെ സർക്കാർ വിദ്യാലയങ്ങൾക്ക് സമാന്തരമായി തന്നെ ക്വാളിറ്റിയിൽ ഒട്ടും കുറവ് വരാതെ മികച്ച അധ്യാപകരെ വെച്ചുകൊണ്ട് നല്ല പരിശീലനമാണ് നൽകുന്നത്. അപ്പോൾ നല്ല തലമുറയെ വാർത്തെടുക്കുന്നതിന് നല്ല ഇടപെടലാണ് നടത്തുന്നത്. ഇതെല്ലാം പറയുമ്പോൾ നമുക്ക് ഇന്ന് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസം എടുത്താൽ, ഞാൻ വളരെ പെട്ടെന്ന് അവസാനിക്കില്ല, കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസം എടുത്താൽ ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട സ്കൂൾ വിദ്യാഭ്യാസമാണ് കേരളത്തിൽ നൽകുന്നത് എന്ന് ഇന്ത്യ സർക്കാരിൻ്റെ നീതി ആയോഗ് ആസൂത്രണ വിഭാഗം കഴിഞ്ഞ 2 വർഷക്കാലമായി ഇന്ത്യയിൽ ഏറ്റവും മെച്ചപ്പെട്ട സ്കൂൾ വിദ്യാഭ്യാസം നൽകുന്നത്. അതിൽ നമുക്ക് അഭിമാനിക്കാൻ വരുന്ന വലിയ മാറ്റം ഇൻഫ്രാസ്ട്രക്ചറിലും അതുപോലെ അക്കാഡമിക് കാര്യങ്ങളിലും ഒക്കെ നല്ല മാറ്റം ഉണ്ടാക്കാൻ ഗവൺമെന്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഫലമായി 6.8 ലക്ഷം 6,80,000 കുട്ടികൾ അൺഎയ്ഡഡ് മേഖലയിൽ നിന്ന് സർക്കാർ മേഖലയിലേക്ക് അല്ലെങ്കിൽ പൊതുവെ എയ്ഡഡ് മേഖലയിലേക്ക് കുട്ടികൾ മാറുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം എടുക്കുമ്പോൾ നമ്മൾ ഇന്ത്യ ആകെ എടുത്താൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ആ നിലയിലേക്ക് നമുക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. കേരളം മാത്രമല്ല, ഇന്റർനാഷണൽ ലെവലിലെ യൂണിവേഴ്സിറ്റികളുടെ അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ റാങ്കിങ് നോക്കുമ്പോൾ നമ്മൾ കുറയില്ല. 46 റാങ്കോ മറ്റമാണ് ഒരു സ്ഥാപനമായ SH കോളേജ്. അത് 1-2 കോളേജുകൾ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ 200 കോളേജ് എടുത്താൽ ആ 200ന്റെ പട്ടികയിൽ വരുന്ന കേരളത്തിലെ 2 കോളേജ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത്
അന്തർദേശീയ സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ വരുന്നില്ല എന്ന ഒരു പ്രശ്നം ഇപ്പോഴും നമ്മൾ അഭിമുഖീകരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത്തവണത്തെ ഡോക്ടർ തോമസ് ഐസക് അവതരിപ്പിച്ച ബഡ്ജറ്റിന്റെ ഒരു മേന്മ ഞാനത് കാണുന്നതാണ്. ആ കുറവ് എങ്ങനെ പരിഹരിക്കാം? ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമുക്കൊരു ഇന്റർനാഷണൽ ലെവലിൽ നിന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ഇപ്പം നമ്മൾ ഏറ്റവും പുറകിലാണ്. ബാക്കി എല്ലാ കാര്യത്തിലും നമ്മൾ മുന്നിലാണ്. കാരണം ദേശീയ നിലവാരങ്ങളിലെല്ലാം എടുത്തുമൊക്കെ നമ്മളിപ്പോൾ ഇന്ത്യ സർക്കാർ നമുക്ക് വിദ്യാഭ്യാസം അവകാശമായ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത് നമുക്ക് 2010 പാസ്സാക്കി. ലോകത്തെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ പാസ്സാക്കിയ 4 രാജ്യങ്ങളാണ്. അതിലൊരു രാജ്യമാണ് ഇന്ത്യ. അത് പാസ്സാക്കിയത് 2010 എന്ന് പറഞ്ഞാൽ ഇന്ത്യ സ്വതന്ത്രമായി 60 വർഷം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചത്. പക്ഷെ കേരളം എത്രയോ 60 വർഷങ്ങൾക്ക് മുമ്പ് 1950 സ്റ്റേറ്റാണ് കേരളം. സൗജന്യവും സ്വാതന്ത്ര്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാർക്ക് നൽകണം എന്ന ഭരണഘടനയുടെ മൗലിക ലക്ഷ്യങ്ങളെ നടപ്പാക്കിയ സ്റ്റേറ്റാണ് കേരളം. 60 വർഷം മുമ്പ് ഇന്ത്യ ചിന്തിക്കുന്നതിന് 60 വർഷം മുമ്പ് കേരളം ചിന്തിച്ചു. അത് നമുക്ക് അഭിമാനിക്കാം. പക്ഷേ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നമ്മുടെ കുറവായി തന്നെ ഈ 60-75 വർഷം കഴിയുമ്പോൾ നമ്മൾ നിൽക്കുകയാണ്. ഈ 75 വർഷത്തിൽ നമ്മൾ ഇപ്പോഴാണ് കേരളം ചിന്തിച്ചു തുടങ്ങുന്നത് എങ്ങനെ ഇന്റർനാഷണൽ ലെവലിലേക്ക് നമുക്ക് എത്താം. അതിന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കുറേയധികം ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാത്രം കാര്യമില്ല, നമുക്ക് അക്കാഡമിക് ഇതിൽ ലെവലിലേക്ക് നമ്മൾ മാറണം. എങ്ങനെയാണ് നമ്മുടെ കോളേജ് സ്റ്റഡീസ്, അതുപോലെ നമ്മുടെ കോളേജ് സ്റ്റഡീസ് മാത്രമല്ല നമ്മുടെ ഗവേഷണ വിഭാഗത്തിന്റെ പഠനം, ഇതെല്ലാം അതിന്റെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് നമുക്ക് മാറിയേ പറ്റും. അപ്പൊ അതുകൊണ്ട് UIT പുതിയ സ്ഥാപനം, നമുക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ തന്നു. യൂണിവേഴ്സിറ്റിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. നമുക്കിതെല്ലാം പറയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പഠിച്ചു പുറത്തു വരുന്ന വിദ്യാർത്ഥികൾ ഇന്റർനാഷണലി കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന നിലവാരത്തിലേക്ക് നമുക്ക് എങ്ങനെ ഇതിന്റെ ക്വാളിറ്റി ഉയർത്താം എന്നത് സംബന്ധിച്ച് നമ്മുടെ ഈ രംഗത്ത് നിൽക്കുന്ന അധ്യാപകർ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുമായി നമുക്ക് മത്സരിച്ചെത്താൻ, നമ്മുടെ കുട്ടികൾ ആ നിലവാരത്തിലേക്ക് ഉയർത്താൻ എന്തെല്ലാം കാര്യം ചെയ്യാൻ പറ്റും എന്നത്, നമ്മുടെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്ന് സംബന്ധിച്ച ഗൗരവബോധിയായ ഇടപെടൽ തീർച്ചയായും ഉണ്ടാവണം. അതിന് ഉള്ള ചർച്ച ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പളിന്റെയും അധ്യാപകരുടെയും മാനേജ്മെന്റ്, പിന്നെ നമ്മുടെ PTA കമ്മിറ്റിയും യൂണിവേഴ്സിറ്റി സപ്പോർട്ടോടുകൂടി നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് 25 വർഷം അഭിമാനകരമായി പിന്നിട്ട UITയുടെ രജത ജൂബിലി ആഘോഷ പരിപാടികൾ വളരെ സന്തോഷപൂർവ്വം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് സാറിനെ ഒന്നാമത് എണീച്ച് ആദരിക്കുന്നതിനായി ഡോക്ടർ രാധാകൃഷ്ണൻ സാറിനെ ക്ഷണിച്ചോളാം. ബഹുമാനപ്പെട്ട സിൻഡിക്കേറ്റ് മെമ്പർ അഡ്വക്കേറ്റ് ശ്രീ KH ബാബുജാൻ അവരുടെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതിനായി PTA എക്സിക്യൂട്ടീവ് മെമ്പർ KE ശ്രീ അവരുടെ ക്ഷണിച്ചോളാം. ബഹുമാനപ്പെട്ട സിൻഡിക്കേറ്റ് മെമ്പർ അഡ്വക്കേറ്റ് A അജികുമാർ സാറിനെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതിനായി പ്രിൻസിപ്പൽ ഡോക്ടർ രാധാകൃഷ്ണൻ സാറിനെ ക്ഷണിച്ചു.
കുട്ടികൾ നേരത്തെ സാറോട് പറഞ്ഞല്ലോ, ടീച്ചറിന്റെ കുട്ടികൾ ഇവിടെ പഠിച്ചിട്ടുണ്ടെന്ന്. ഒന്നോ രണ്ടോ അല്ല, ആയിരക്കണക്കിന് എൻ്റെ കുട്ടികളാണ് ഇവിടെ പഠിച്ചിട്ടുള്ളത്. ആ കൈയ്യടിയാണ് കേട്ടത്. വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരെ, ഏറെ പ്രിയമുള്ള രക്ഷകർത്താക്കളെ, അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ആലപ്പുഴ പട്ടണത്തിന്റെ തിലകക്കുറിയായി നിലകൊള്ളുന്ന ഒരു സ്ഥാപനമാണ് UIT. ഇതിന്റെ രജത ജൂബിലി ആഘോഷത്തിൽ നിന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ എന്നാണ് സാറ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട്. ഈ അവസരത്തിൽ ഈ ബിൽഡിംഗ് ഇവിടെ വരാൻ സാഹചര്യം ഒരുക്കിയ ഇവിടുത്തെ മുൻ കൗൺസിലർ, മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് AM നസീർ സാറിനെ ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുകയാണ്. അദ്ദേഹമാണ് ഈ ബിൽഡിംഗ് മുഹമ്മദ് അൻസിന്റെ ഈ കോമ്പൗണ്ടിൽ കൊണ്ടുവരാൻ മുൻകൈയെടുത്തു. കേട്ടോ സാർ, എൻ്റെ മക്കളുടെ പഠിച്ചിരുന്നത് സാർ പറഞ്ഞത്. എൻ്റെ ആയിരക്കണക്കിനാണ് ഇവിടെ പഠിച്ചിട്ടുള്ളത്. ലജ്നത്തില് ഞാൻ ഹയർ സെക്കൻഡറി അധ്യാപികയാണ്. അവിടുത്തെ കുട്ടികൾ, ഭൂരിഭാഗം കുട്ടികളും ഇവിടുത്തെ സ്റ്റുഡൻസ് ആയിട്ട് വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ മക്കൾ ഇവിടെ ഉണ്ടെന്ന് പറയുന്നത്. ഏതായാലും ഈ ആഘോഷ പരിപാടികൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇപ്പോൾ ഒരു സാറ്, പ്രിൻസിപ്പൽ സാറ് ഒരു കവിത ചൊല്ലി, വളരെ മനോഹരമായ ഹൃദ്യമായിരുന്ന ഒരു കവിത ഇവിടെ ചൊല്ലി. ഒരു 4 വരി പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടി പ്രസാദിക്കാം. അടുത്തതായി സമ്മാനദാനമാണ്. അതിലേക്കായി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ രാധാകൃഷ്ണപിള്ള സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. Academic year 2017-2020 BBA ടോപ്പർ മിസ് ലൗറി എസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ടോപ്പർ മിസ് മുനീറ കെയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
ടോപ്പർ സാന്ദ്ര മൈക്കിളിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കമ്പ്യൂട്ടർ സയൻസ് ബാച്ചിലെ 4th സെമസ്റ്റർ കേരള യൂണിവേഴ്സിറ്റി ടോപ്പർ മിസ് സോന എസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു സാർ. സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരും മുൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും നമ്മുടെ സ്വാഗത സംഘത്തിന്റെ പ്രധാന ഭാരവാഹിയുമായിരുന്ന സാറിനെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എന്തായാലും കഴിഞ്ഞ 25 വർഷക്കാലമായി ആലപ്പുഴ പട്ടണത്തിന് ആലപ്പുഴ നഗരത്തിന് വിദ്യാഭ്യാസ മേഖലയിൽ ഒരു തിരക്കുറിയായി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ UIT എന്നുള്ളത്. ആലപ്പുഴയിലെ വിദ്യാഭ്യാസ പ്രേമികൾക്കായി സുപരിചിതമാണ്. ആലപ്പുഴയിലെ വിദ്യാഭ്യാസ മേഖലയിൽ പരിശോധിച്ചാൽ കഴിഞ്ഞ 25 വർഷക്കാലത്തെ സംഭാവനയിൽ ഏറ്റവും കുടുംബഗണനീയമായ കാലം വയ്ക്കപ്പെട്ട ഒരു സ്ഥാപനമാണ് ഈ UIT. ഇവിടെ നിന്ന് കഴിഞ്ഞ 25 വർഷക്കാലം പഠിച്ചിറങ്ങിയിട്ടുള്ള ഒരു വിദ്യാർത്ഥിനിയും സമൂഹത്തിന്റെ പിതാമഹങ്ങളുടെ ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വ്യക്തിപരമായി പരിശോധിക്കപ്പെട്ട സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിലേക്ക് അവരെല്ലാം എത്തിച്ചേർന്നതെന്നുള്ളതാണ് മർമ്മമായ യാഥാർത്ഥ്യം. അതുകൊണ്ട് വിലപ്പെട്ട ഈ സ്ഥാപനത്തിന്റെ മഹത്തായ മുന്നോട്ട് പ്രയാണത്തിന് തീർച്ചയായും വിദ്യാഭ്യാസത്തെ സ്നേഹിക്കുന്ന വിദ്യാലയങ്ങളെ സ്നേഹിക്കുന്ന ഏവർക്കും അവരുടേതായിട്ടുള്ള പങ്കും കടമയും നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം കൂടെ പ്രകടിപ്പിക്കുന്നു. ഈ സ്ഥാപനം നന്നായി പ്രവർത്തിക്കാൻ കഴിയുന്നതിന് വേണ്ടിയുള്ള ഒരു ബിൽഡിംഗ് സമുച്ചയം കൂടി ഉണ്ടാകണം എന്ന് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. തീർച്ചയായും നിരവധിയായിട്ടുള്ള സംവിധാനം ബഹുമാനായ ആരിഫ് അദ്ദേഹത്തിൻ്റെ ഫണ്ട് രൂപപ്പെട്ടാൽ ഏറ്റവും വലുതായി ചെയ്യും. അല്ലാതെ നമ്മുടെ ബഹുമാനപ്പെട്ട കൗൺസിലും അതുപോലെ ആളുകളൊക്കെ ഉണ്ടെങ്കിലും ആലപ്പുഴ നഗരസഭ അതിലെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കെട്ടിട നിർമ്മാണത്തിന് ഫണ്ട് മാറ്റിവെക്കാൻ കഴിയും. ആ നിലയിൽ സാറിൻ്റെ പ്രിൻസിപ്പാളിനായിട്ട് നമ്മുടെ വിദ്യാർത്ഥികളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിലും ഒക്കെ ഗുണപരമായി പഠിക്കുന്ന തരത്തിലേക്ക് ആ സംരംഭത്തിലൂടെ നമുക്കായിട്ട് ആലോചിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. യുഐടിയുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും എല്ലാ പ്രവർത്തനങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്ന ശ്രീ EM ഷെബി അവർക്ക് ആശംസ അർപ്പിക്കുന്നതിനായി ആദരപൂർവ്വം ക്ഷണിച്ചു. മറ്റ് സദസ്യരുണ്ടായിരുന്ന വേദിയിലുണ്ടായിരുന്ന പല പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് അവരുടെ സമയം അതിക്രമിച്ചുകൊണ്ട് ഉള്ളത് കൂട്ടുകയും ബാക്കി
ഉള്ള കാര്യങ്ങൾ നമ്മൾ നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളും പറയുകയും ചെയ്തു. അതുപോലെ തന്നെ മറ്റു സംഗീതമായ വ്യക്തികൾ പ്രിയ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന പ്രിയ രക്ഷകർത്താക്കളെ വിദ്യാർത്ഥിനികൾ നീണ്ട പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല. എല്ലാം വിശദമായി ഇവിടെ വന്ന് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. പ്രത്യേകിച്ച് പ്രിൻസിപ്പൽ ആദ്യം തന്നെ ഇതിനെല്ലാം കാരണങ്ങൾ പറഞ്ഞു. പക്ഷേ എങ്കിൽ തന്നെ നമ്മൾ വളരെയേറെ ആഗ്രഹിച്ചിരുന്ന ഒരു ദിവസമായിരുന്നു ഇതിൻ്റെ സ്വാതന്ത്ര്യ രൂപീകരണ വേളയിൽ അന്നു മുതൽ നമ്മളിവിടുത്തെ PTA-യും മറ്റ് വിദ്യാർത്ഥി സംഘടനകളും അധ്യാപകരും അനധ്യാപകരും എല്ലാവരും തന്നെ ഭംഗിയായിട്ട് നമ്മുടെ ഈ സിൽവർ ജൂബിലി ആഘോഷം നടത്തുന്നതിന് വേണ്ടി നന്നായി പ്രവർത്തിക്കുകയും അതിലുപരി ഇതിന്റെ ഉദ്ഘാടനം വഹിക്കുന്നതിന് വേണ്ടി വേണമെങ്കിൽ ഈ UIT-യുടെ ശില്പി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ശ്രീ സുധാകരൻ സാറിന്റെ സാന്നിധ്യം നമ്മൾ പ്രതീക്ഷിക്കുകയും അതിനുവേണ്ടി പല ദിവസങ്ങൾ വരെ നമ്മൾ മാറ്റിക്കൊണ്ടിരുന്നു. വൈകിയ വേളയാണെങ്കിൽ പോലും അത് നടക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും നമ്മൾ അതിന് സാധിച്ചില്ല. ആ വിഷമം ഉണ്ടെങ്കിൽ തന്നെയും ബഹുമാനപ്പെട്ട MP നമ്മുടെ പ്രിയങ്കരനായ ആ സ്ഥാനത്ത് നിന്ന് ഉദ്ഘാടനം നിർവഹിക്കുകയും സിൻഡിക്കേറ്റ് നമ്മൾക്ക് എല്ലാവരും അതിന് കൂട്ടുകൊടുക്കുകയും ചെയ്യും. ഇനി അങ്ങോട്ട് ഒരു വർഷക്കാലം ഈ UIT-യുടെ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പല പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. സ്വാഗത സംഘം സബ് കമ്മിറ്റി രൂപീകരിക്കുകയും പല കമ്മിറ്റികൾ അതിനുള്ള നേതൃത്വം വഹിക്കുന്നതിന് വേണ്ടിയുള്ള കൂട്ടായ തീരുമാനങ്ങൾ ഇനി നമ്മൾ ഉടൻ തന്നെ ആരംഭിക്കുക. ഈ ഒരു വർഷക്കാലം അത് ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ നടത്തുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം നമ്മളെല്ലാവരും ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഞങ്ങൾ പ്രിൻസിപ്പൽമാരെ ആദരിക്കൽ ചടങ്ങ് തീരുമാനിച്ചിരുന്നു. നമ്മുടെ മൺമറഞ്ഞു പോയ രാജപ്പൻ സാറിന്റെ ആദ്യത്തെ പ്രിൻസിപ്പൽ സ്മരണയ്ക്കുമെങ്കിൽ സ്മരിച്ചുകൊണ്ട് മറ്റ് 2 പ്രിൻസിപ്പൽമാരെ ആദരിക്കാനുള്ള തീരുമാനത്തിലെത്തുകയും 2 പേർക്കും ശാരീരിക അസ്വസ്ഥത കാരണം പങ്കെടുക്കാൻ സാധിച്ചിരുന്നു. അത് ഇനി വരുന്ന അടുത്ത ഏതെങ്കിലും ചടങ്ങുകൾ ഞങ്ങൾ ഉൾപ്പെടുത്തുകയും നടത്തുകയും ചെയ്യും. അതിനുവേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സാർ എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് നടത്തുന്നതിന് വേണ്ടി ഈ നിമിഷം വരെ എല്ലാ കാര്യങ്ങളും ചെയ്തു. അതുപോലെ തന്നെ ബാക്കിയുള്ള MP പറഞ്ഞ നമ്മുടെ ബിൽഡിംഗ് ഫണ്ടിന്റെ കാര്യം പറഞ്ഞു. അത് അങ്ങനെ പറഞ്ഞ് കേട്ടതിൽ അതിയായ വിഷമമുണ്ട്. കാര്യം നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അത് ഇവിടെ വന്നത്. പക്ഷേ എങ്കിലും നമുക്ക് പ്രതീക്ഷ തന്നുകൊണ്ടാണ് MP ഇവിടെ പോയത്. എത്രയും വേണം നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ടോയ്ലറ്റിന്റെ കാര്യം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് 10 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുക. പക്ഷേ നിർഭാഗ്യവശാൽ പല കോൺട്രാക്ടേഴ്സും അത് ഏറ്റെടുക്കുന്നില്ല. എല്ലാ ദിവസവും ഞങ്ങൾ അതിനുവേണ്ടി മുൻകൈയെടുക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നതെങ്കിൽ തന്നെയും ആരും തന്നെ അത് ഏറ്റെടുക്കുന്നില്ല. ഈ അടുത്ത ദിവസങ്ങൾ അത് തീരുമാനം ഉണ്ടായിരുന്നെങ്കിൽ ആ ടോയ്ലറ്റിന്റെ കാര്യം വീണ്ടും നമ്മൾ റിവൈസ് ചെയ്ത് കൊടുക്കേണ്ടത് വീണ്ടും മാറ്റങ്ങൾ എടുക്കും. അങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ നമ്മൾക്കൂടെ ഉണ്ടെങ്കിൽ തന്നെയും അതെല്ലാം നമ്മൾ മാറ്റിക്കൊണ്ട് വളരെ ഭംഗിയായ രീതിയിൽ ഈ സിൽവർ ജൂബിലി ആഘോഷം നടത്തുന്നതിനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. അതിന് എല്ലാവരുടെയും സപ്പോർട്ട് നമുക്കുണ്ടാകണമെന്നും ഇനിയും എല്ലാവരും ഒന്നിച്ചിരുന്ന് ഇതിനെ വിജയിപ്പിക്കണമെന്നും ഈ പരിപാടിക്ക് പങ്കെടുത്ത എല്ലാ മന്ത്രികളായ ആൾക്കാരെയും ഓരെയും വിടാതെ ഞാൻ അവർക്കെല്ലാം ആശംസകൾ അർപ്പിക്കേണ്ട എൻ്റെ വാക്കുകൾ UIT-യുടെ അലുമിനി കമ്മിറ്റി എക്സിക്യൂട്ടീവ് മെമ്പറും കൃഷ്ണപുരമായ ശ്രീ ഷെമീൻ എസ്നെ ആശംസ അർപ്പിക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സർ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റു മാർക്ക് വ്യക്തികൾ,
ഇത്രയും പ്രിയപ്പെട്ട അധ്യാപകരെ, അനധ്യാപകരെ, എൻ്റെ കുഞ്ഞനുജന്മാരെ, അനുജന്മാർ, നമ്മൾ പഠിച്ചു കഴിഞ്ഞ വിദ്യാലയത്തിലേക്ക് ഒരു വട്ടം കൂടെ തിരിച്ചു വരിക എന്ന് പറയുന്നത് ഒരുതരം നൊസ്റ്റാൾജിക് പരിപാടിയാണ്. ഇവിടെ ഇപ്പൊ തന്നെ 2 പാട്ടും നല്ല 3-4 തീപ്പൊരി പ്രസംഗം കഴിഞ്ഞു. അവിടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞ മറ്റൊരു പ്രസംഗമോ അല്ലെങ്കിൽ പാട്ടോ പാടാൻ എനിക്ക് പാട്ട് പാടാൻ അറിയില്ലെന്നാണ്, പ്രസംഗിക്കാനും അറിയില്ല. അപ്പൊ അത്തരം കടുകട്ടി പ്രയോഗങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല. അറിയാവുന്ന 2 കാര്യങ്ങളും ഞാൻ പറയാം. ഈ പ്രസംഗം ഞാൻ എനിക്ക് പ്രസംഗിക്കുന്നതിനേക്കാൾ ഇഷ്ടം പ്രസംഗം കേൾക്കുന്നതാണ്. 2 കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു. ഒന്നാമത്തെ കാര്യം, UIT മറ്റ് സ്ഥാപനങ്ങളെക്കാൾ അല്ലെങ്കിൽ മറ്റ് കോളേജുകളെക്കാൾ ചെറുതാണ്, അല്ലെങ്കിൽ 2ാം തരത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. അതൊരു പരിധിവരെ ശരിയാണ്. പക്ഷെ മറ്റൊരു രീതി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ UIT എങ്ങനെ ഇരിക്കുന്നു എന്ന് കാണിക്കുന്നത് UIT നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളെ നോക്കിയാണ്. UIT നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ ഉന്നത തലങ്ങളിൽ എത്തുന്നുണ്ടെങ്കിൽ UIT വിദ്യാഭ്യാസം എന്തുകൊണ്ട് മികച്ചതാണെന്ന് കാണിക്കുന്നത് അല്ലേ? അപ്പൊ നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോ നിങ്ങൾ ഉന്നത തലങ്ങളിൽ എത്തുന്നുണ്ടെങ്കിൽ UIT മറ്റുള്ള കോളേജിലേക്കാൾ പിന്നിലല്ല എന്ന് നിങ്ങളാണ് സ്ഥാപിച്ചത്. ഒത്തിരി സന്തോഷത്തോടെ ഞാൻ പറയട്ടെ, ഞാൻ ഇപ്പോൾ കോഴിക്കോട് നിന്നാണ്. കഴിഞ്ഞ ആഴ്ച ഒരു ചെറിയ സ്വീകരണ പരിപാടി ഉണ്ടായിരുന്നു. എന്തിനാണ് സ്വീകരണ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ CFO ആയിട്ട് ഒരു ഫിൻടെക് കമ്പനിയിൽ ഞാൻ ജോലി ചെയ്തതായിട്ട് വാസിക്കുകയാണ്. ഞാൻ UITയുടെ സംഭാവന തന്നെയാണ്. ഈ 30 വർഷത്തിനുള്ളിൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്സിനെ കുറിച്ച് 2 ബുക്ക് എഴുതുകയും ഒരു വലിയ കമ്പനിയുടെ, ഇന്ത്യ മൊത്തത്തിലുള്ള ഒരു വലിയ കമ്പനിയുടെ തലപ്പത്തിലേക്ക് വരാൻ പറ്റുമെങ്കിൽ എന്റെ കൊച്ചനുജന്മാർക്കും അനിയന്മാർക്കും അതിനേക്കാൾ എത്രയോ മുകളിലേക്ക് പോകാൻ പറ്റും. മറ്റൊരു രഹസ്യം ഞാൻ പറയുന്നു, UIT ഞാൻ പഠിക്കുമ്പോൾ എന്നേക്കാൾ കൂടുതൽ മാർക്ക് മേടിക്കുകയും എന്നേക്കാൾ നന്നായി പഠിക്കുകയും ചെയ്യുന്ന പല കുട്ടികളും ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ എന്റെ കൂടെ പഠിച്ച ഒരു വിദ്യാർത്ഥിനിയെ ഞാൻ ശരിക്കും ഇവിടെ കാണുകയുണ്ടായി. ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു, ഇവിടെ നിങ്ങളുടെ ടീച്ചറാണ് കേട്ടോ. എൻ്റെ അടുത്ത് പറയുകയുണ്ടായി, ഇപ്പോ അപർണ പുള്ളിക്കാരിക്കായിരിക്കും ഫസ്റ്റ് റാങ്ക് തോന്നുന്നു, അപർണ ഇപ്പൊ പഠിപ്പിക്കാനുള്ളത്. ഞാൻ ശരിക്കും ആലോചിക്കാണ്, ശരിക്കും അവരുടെയൊക്കെ കഴിവിനെ അപേക്ഷിച്ച് ഞാൻ എത്ര ചെയ്തത്. പഠിപ്പിച്ച അനിസാറൊക്കെ ഉണ്ട്, ആ അനിസാറിനെ പോലെ ആളുകളാണ് എന്നെ പോലെ അല്ലെങ്കിൽ അപർണയെ പോലെ അങ്ങനെയാണ് കുട്ടികളെ ഉണ്ടാക്കിയത്. അവരിപ്പോഴും നിങ്ങൾ പഠിപ്പിക്കാതിരിക്കും. എനിക്കറിയാം, ഇനി ഒത്തിരി ഞാൻ CFO വരെ CEOs വരണം, CFOs വരണം, CTOs വരണം. അതെല്ലാം UIT തരാൻ പറ്റും. പ്രത്യേകിച്ച് ഞാൻ ഒരു സംശയമില്ലാതെ പറയാം, ആലപ്പുഴ UIT തരാം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ആരിഫ് സാർ എൻ്റെ ഒരു അയൽക്കാരൻ കൂടിയാണ്, ഞാൻ കായംകുളക്കാരനാണ്. അപ്പൊ ആരിഫ് സാർ ഒരു കാര്യം പറയുകയുണ്ടായി. പറഞ്ഞതാണ്, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം അത്ര മികച്ചതല്ല. എന്തുകൊണ്ടാണ് മികച്ചതല്ലാന്ന് അറിയാം? റോബർട്ട് കിയോസാക്കി എന്ന് പറയുന്ന ഒരു വലിയ ഓഥറുണ്ട്. അദ്ദേഹം എഴുതിയ ബുക്കാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ്. നിങ്ങൾ എത്ര പേര് വായിച്ചിട്ടുണ്ട് ആ ബുക്ക്? വായിച്ചിട്ടുണ്ടെങ്കിൽ അത് വായിക്കണം. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, നെവർ വർക്ക് ഫോർ മണി, യു എക്സിക്യൂട്ട് യുവർ പ്ലാൻ, മണി വിൽ ഫോളോ യു. ഒരിക്കലും പണത്തിന് വേണ്ടി വർക്ക് ചെയ്യാതിരിക്കുക. എപ്പോഴും നിങ്ങളുടെ പ്ലാൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ പഠിക്കുക. പണം ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ പിന്നാലെ വരും. സത്യമാണ്. ഈ കാര്യം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, ഇപ്പൊ മുട്ടിലെഴുതാൻ ഒത്തിരി ചേട്ടന്മാരെ അല്ലേ, അവരുടെ എല്ലാ പ്രശ്നം ഇതാണ്. എനിക്ക് ഏതെങ്കിലും ഒരു സർവീസ് കയറണം, എനിക്ക് സാലറി മേടിക്കണം, എനിക്ക് സെറ്റിൽ ആവണം. സാലറിക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താവും? യു ആർ വർക്കിംഗ് ഫോർ മണി എന്നുള്ള കോൺസെപ്റ്റിലേക്ക് പോകും. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എവിടെ നിങ്ങൾ സെറ്റിൽ ആയിട്ട് വർക്ക് ഫോർ മണി എന്നുള്ള ആ ഒരു രീതിയിലേക്ക് വരുന്നു. എന്നാൽ ആ ഒരു കോൺസെപ്റ്റിൽ മാറി മറ്റുള്ളവർക്ക് ജോലി കൊടുക്കണം, എന്റെ പ്ലാൻസ് എക്സിക്യൂട്ട് ചെയ്യണം, ആ ഒരു രീതിയിൽ വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി മണി
അല്ലെങ്കിൽ അസെറ്റ്സ് വിൽ ഫോളോ യു. ചെറിയ, അതായത് ഈ പൊട്ടക്കുളത്തിൽ തവളാന്ന് പറയുന്ന ആ രീതിയിൽ നിന്ന് മാറി ബൃഹത്തായ രീതിയിൽ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുവാണെങ്കിൽ തിങ്സ് വിൽ ബിക്കം ഓട്ടോമാറ്റിക്കലി സ്മൂത്ത്. പെർഫെക്റ്റ് എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ തന്നെയാണ്. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ നല്ല സീനിയർ മാനേജറായിട്ട് എനിക്ക് 80,000 കൂടുതൽ ശമ്പളം ഉണ്ടായിരുന്നു. ഞാൻ മുന്നോട്ട് വരെ ചേർന്നിട്ടാണ് ഞാൻ എൻ്റെതായ സ്ഥാപനത്തിന് വേണ്ടി ഇറങ്ങിയത്. പക്ഷെ ദോഷം പറയരുത്, ഇന്ന് വരെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോടെല്ലാം പറയുന്ന ഏറ്റവും ഒരു കേട്ടൻ എന്ന് പറഞ്ഞത് എനിക്ക് തരാൻ പറ്റുന്ന ഉദ്ദേശം, നിങ്ങൾ പണത്തിന് വേണ്ടി വർക്ക് ചെയ്യാതിരിക്കുക. തിങ്ക് ഔട്ട്സൈഡ് ദ ബോക്സ്. എപ്പോഴും എന്ത് ചെയ്യുക? ഔട്ട്സൈഡ് ദ ബോക്സ് തിങ്ക് ചെയ്യുക. ഓക്കെ, പ്ലാൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ പഠിക്കുക. പ്രാക്ടിക്കൽ ലേണിംഗിന് വേണ്ടി വർക്ക് ചെയ്യുക. ജസ്റ്റ് തിയറി മാത്രം വായിച്ച് പഠിച്ചിട്ട് കാര്യമില്ല. പ്രാക്ടിക്കൽ ലേണിംഗ്. ഓക്കെ, മാർക്കറ്റിംഗ് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ സാധനങ്ങൾ എങ്ങനെ വിൽക്കാൻ പഠിക്കണം, എങ്ങനെ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യണമെന്ന് പഠിക്കണം. ഇതെല്ലാം പഠിച്ചു കഴിയുമ്പോൾ എങ്ങനെ പ്രോഡക്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് പൊസിഷൻ ചെയ്യണമെന്ന് പഠിക്കണം. ഈ കാര്യങ്ങളെല്ലാം ടെക്സ്റ്റ് ബുക്കിൽ ഇരിക്കേണ്ടതല്ല, ഇതെല്ലാം പ്രാക്ടിക്കലായിട്ട് പഠിക്കണം. പഠിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി തിങ്സ് വിൽ കം ബിഹൈൻഡ്. വലിയ പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. എന്നെ പഠിപ്പിച്ച എൻ്റെ ടീച്ചേഴ്സ് ഇപ്പോഴും ഇവിടെയുണ്ട്. അവരൊക്കെ തന്നെയാണ് എൻ്റെ സീക്രട്ട് ഓഫ് സക്സസ്. അപ്പോൾ അത് നിങ്ങളും അവരിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ, അനുസരണപ്പെട്ടുള്ള ആളുകളിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക, വളരുക, നമ്മുടെ യുവൈറ്റിയുടെ അഭിമാനമായി മാറുക. ഇത്ര പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പിന്നെ എനിക്ക് തന്ന കർത്തവ്യം എന്ന് പറയുന്നത് ആശംസകൾ അറിയിക്കാനാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് എനിക്ക് മറ്റുള്ളവരൊന്നും കൂടുതലായിട്ട് പറയാൻ അതിന് മാത്രമുള്ള ആളല്ല ഞാൻ. എൻ്റെ കുഞ്ഞ് അനുജന്മാരോട് ഒരു വാക്ക് പറയാനുള്ള സാഹചര്യം എനിക്ക് ഒരുക്കി തന്നതിന് ഒന്നാമതായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സാറിനോടും അവിടുത്തെ അധ്യാപകരോടും നന്ദി പറയുകയാണ്. അതോടൊപ്പം ബാക്കിയുള്ളവരോടെല്ലാം ഈ ആശംസ അറിയിച്ചുകൊണ്ട് എൻ്റെ പ്രസംഗം ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ കുട്ടികളുടെ ചിന്തയിലേക്ക് ചെന്ന് അവരെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത ശ്രീ ഷെമി ലെസിനുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി യുവൈറ്റിയുടെ വിദ്യാർത്ഥി പ്രതിനിധിയായ കുമാരി ആയിഷ കൃഷ്ണനെ ആശംസ അർപ്പിക്കുന്നതിനായി ക്ഷണിച്ചോളൂ. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ രാധാകൃഷ്ണൻ പിള്ളൈ സാർ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ അധ്യാപകരെ, പ്രിയ സുഹൃത്തുക്കളെ, ഞാനിന്ന് വളരെയേറെ സന്തോഷത്തോടുകൂടിയാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. 1995 മുതൽ ഉന്നത വിദ്യാഭ്യാസത്തിൽ നിൽക്കുന്ന നമ്മുടെ യുഐറ്റിയുടെ, നമ്മുടെ കോളേജിന്റെ 25ാം വാർഷികം ആഘോഷിക്കുന്ന സന്തോഷത്തിലാണ് നാം ഓരോരുത്തരും. ഒരു വിദ്യാലയത്തിന്റെ, ഒരു കലാലയത്തിന്റെ മുന്നേറ്റം എന്ന് പറയുന്നത് അവിടുത്തെ വിദ്യാർത്ഥികൾ മാത്രമല്ല, കുറെ നല്ല അധ്യാപകർ കൂടെയാണ്. One child, one teacher, one book, one pen can change the whole world. താലിബാന്റെ ഒടുവിലത്തെ അവസാനത്തെ ഇരയായ മലാല യൂസഫിന്റെ വാക്കുകളാണിവ. ഒരു വിദ്യാർത്ഥി, ഒരു അധ്യാപകൻ, ഒരു പുസ്തകം, ഒരു പേന, ഇവയൊക്കെ കൊണ്ട് ലോകം തന്നെ നമുക്ക് മാറ്റിമറിക്കുവാൻ സാധിക്കും. വിദ്യാഭ്യാസം എന്ന ആയുധത്തിന്റെ സർവകലാശയാണ് എന്റെ കോളേജ്, നമ്മുടെ യുഐറ്റി. ഈ നിമിഷത്തിൽ എനിക്ക് നിങ്ങൾ ഓരോരുത്തരോടും പറയുവാനുള്ളത്, നിങ്ങൾ നാളെയുടെ വാഗ്ദാനങ്ങളാണ്. നിങ്ങൾ പ്രയത്നിക്കുക, പോരാടുക, സ്വപ്നം കാണുക, സ്വപ്നത്തെ കുറിച്ച് ചിന്തിക്കുക, അതിലെ പ്രവൃത്തിയിലൂടെ നേടിയെടുക്കുക. ആലപ്പുഴ യുഐറ്റിയിലെ ഓരോ വിദ്യാർത്ഥികൾക്കും കുറെ സ്വപ്നങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നത്തിലെത്താൻ ആശംസിക്കുന്നു. അതോടൊപ്പം എന്റെ കോളേജ്, നമ്മുടെ കോളേജ് യുഐറ്റി ഇനി ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൃതജ്ഞത അർപ്പിക്കുന്നതിനായി സ്റ്റാഫ് സെക്രട്ടറിയും മാത്തമാറ്റിക്സ് അധ്യാപികയുമായ ശ്രീമതി സിനിമോൾ ആർസിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. കേട്ടിരിക്കുന്നില്ല, കാരണം എല്ലാവരും ഒരു മണിയായി, എല്ലാവരും വിശദീകരിച്ചു. നമ്മുടെ ആലപ്പുഴ യുവറ്റിയുടെ രക്തതുല്യ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇന്ന് ഇതുവരെ നടത്തിയ പ്രസംഗത്തിൽ എനിക്ക് ഏറ്റവും അഭിമാനമുള്ളത് ഞാൻ, കാരണം നമ്മുടെ ആലപ്പുഴ യുവറ്റിയിൽ തന്നെ പഠിച്ച് ഇന്ന് ഉന്നത സ്ഥാനത്തിരിക്കുന്ന ശ്രീ
ഷമീമിന്റെ പുസ്തകം തന്നെയാണ് നിങ്ങൾ കുട്ടികൾക്കും ഏറ്റവും മോട്ടിവേറ്റഡ് ആയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അതിന് ഇങ്ങനൊരു അലുമിനി അസോസിയേഷൻ രൂപീകരിക്കാൻ ഇനിഷ്യേറ്റീവ് എടുക്കാൻ കാരണം തന്നെ നമ്മുടെ പ്രിൻസിപ്പൽ സാറാണ്. ആദ്യമായി സാറിനോടുള്ള നന്ദി യുഐറ്റിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും രേഖപ്പെടുത്തും. അടുത്തതായി നമ്മുടെ ക്ഷണം സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും കൃത്യസമയത്ത് തന്നെ നമ്മുടെ കോളേജിൽ എത്തിച്ചേരുകയും ചെയ്ത നമ്മുടെ പ്രിൻസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി സൗമ്യരാജ് അവരുടെയാണ്. പക്ഷെ നമ്മുടെ അസൗകര്യം കാരണം മേഡത്തിന് പോകേണ്ടി വന്നു. മേഡത്തെ യുഐറ്റിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നമ്മുടെ ഉദ്ഘാടന കർമ്മം ചെയ്യാൻ ഏറ്റിരുന്ന നമ്മുടെ ബഹുമാന്യനായ പൊതുമരാമത്ത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ ജി സുധാകര സാറിന് ചില അസൗകര്യം കാരണം ആ ഉദ്ഘാടന കർമ്മം ചെയ്ത് നമ്മുടെ എം പി ശ്രീ നായക് സാറിന് യുഐറ്റിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി ഈ വേദിയിൽ സജീവരായിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികളും നമ്മുടെ സദസ്സിനെ ഇതുവരെ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന എല്ലാവർക്കും യുഐറ്റിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി നമ്മുടെ എപ്പോഴും ഈ സെമിനാറുകൾ കാണുമ്പോൾ നമ്മുടെ നോട്ടീസിലൊന്നും പേരില്ല. പക്ഷേ ഈ ഒരു ബിൽഡിംഗ് നമുക്ക് സമ്മാനിച്ച നമ്മുടെ ജോൺസൺ സാറിന് വരാനുള്ള അസൗകര്യം കാരണം അല്ലെങ്കിൽ ഇവിടെ സാറിന് വരേണ്ടതാണ്. എല്ലാ ദിവസവും നമ്മൾ ഏത് ഫംഗ്ഷൻ നടത്തിയാലും സാറിനെ ആരും ഒരിക്കലും മറക്കില്ല. സാറിനെ നമ്മുടെ യുഐറ്റിയുടെ പേരിൽ എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചെയ്യും. യോഗ നടപടികൾ അവസാനിക്കുകയാണ്. ദേശീയ ഗാനം.